യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സമ്മാനമേ തിരുവത്താഴമേശയിലെ സമ്മാനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആരാധന. യേശുവേ ആരാധന. കർത്താവായ അവിടുത്തെ സാന്നിധ്യം നിറയിക്കണമേ. കർത്താവേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തൊടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം സ്തോത്രം കർത്താവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ മഹത്വം സ്തോത്രം കർത്താവേ. കർത്താവേ ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വന്നവനെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. എന്നുമെന്നും കൂടെ യേശുവേ ആരാധന. ചേർന്ന് പാടാം. എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവനേ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ സ്നേഹമേ യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യമേ യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ഭക്തിയോടുകൂടി നമ്മുടെ നിയോഗങ്ങൾ ഓർത്ത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിലൂടെ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപകൾക്കും, ഓൺലൈൻ ഉടമ്പടിയിലൂടെ ചൊരിഞ്ഞ കൃപകൾക്കും, തീർത്ഥാടന ഉടമ്പടി കൃപകൾക്കും നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യമാ
സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ കർത്താവേ, നമ്മുടെ ഓരോ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് വ്യത്യസ്തമായ ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഓരോ മകനെ സ്പർശിക്കണമേ. യേശുവേ ആരാധന. നിന്നെ ഞാൻ ആരാധിക്കാം. യേശുവേ ആരാധന. ആത്മാവിൻ അൾത്താരതന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ. മക്കളെ സ്പർശിക്കണമേ.
തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ, ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. ക്രൂശിക്കപ്പെട്ടവനെ കിരീടം ചൂടിയവനെ ആരാധന വഴിയും തെളിച്ചവുമായ ആരാധന ക്രൂശിക്കപ്പെട്ടവരെ നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളോ അടിയങ്ങളോടും കുടുംബത്തോടും ഈശോ, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളോട് അടിയങ്ങളോടും നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിയിലും മുദ്രവാങ്ങിപ്പോ എല്ലാവരോടും കണ്ണത്തോന്നണമേ, കണ്ണത്തോന്നണമേ. ഈശോ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ആരാധന മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. ആരാധന പാപികൾക്ക് നിന്റെ വിലമതിയാത്ത തുള്ളികളെ
ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായ ദൈവമേ, നിന്നനാഥനം രക്ഷകനുമായി ഇപ്പോൾ ആരാധിക്കുന്ന 10,000 കൂടെ കർത്താവേ അലിവ് തോന്നണമേ. ഈശോ നിന്നനാഥനം രക്ഷകനുമായി ആരാധിക്കുന്ന 10,000 കർത്താവേ രാവിലെ മുറിവിനെ ഈശോ കുരിശുമരം നിന്റെ ചുമലിരുന്നുരഞ്ഞ വലിയ വ്രണങ്ങളെ ധ്യാനിക്കുക. വലിയ കുരിശുമരം നിന്റെ ചുമലിലിരുന്ന് ഉരഞ്ഞ വലിയ വ്രണങ്ങളെ ധ്യാനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകണമേ. ഈശോ ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, കിരീടം ചൂടിയ ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, കർത്താവേ കരുണ തോന്നിടമേ, കർത്താവേ കരുണ തോന്നിടമേ. എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ കണ്ണീരോടെ സമർപ്പിക്കണം. കർത്താവേ കരുണ തോന്നിടമേ. ഈശോ ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, സാമ്പത്തിക തകർച്ചകള്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ചെയ്യുന്ന ജോലിക്ക് സമാധാനത്തോടെ ചെയ്യാൻ പറ്റാത്ത സമ്മർദ്ദങ്ങളുള്ളവര്, ഈശോ ക്രൂശിക്കപ്പെട്ട ദൈവമേ, കരുണ തോന്നിടമേ, കരുണ തോന്നിടമേ. ഈശോ ക്രൂശിക്കപ്പെട്ട ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ കർത്താവേ അങ്ങേക്ക് കൈയിട്ടിരിക്കുന്നു. മക്കളില്ലാത്തവരെ ഈശോ അങ്ങേക്ക് കൈയിട്ടിരിക്കുന്നു. കർത്താവേ കർത്താവേ കരുണ ഈശോ ഈ നിമിഷം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ കർത്താവേ ഒരു കൈസഹായമില്ലാതെ ഈശോ ഭവനരഹിതരെ, ഭവനം വിട്ടിറങ്ങേണ്ടവരെ, വാടകയ്ക്ക് ഒറ്റിപ്പോയവരെ, തളർന്നു പോകുന്നവരെ, കർത്താവേ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിയ മക്കളെ ഓർത്ത് ജീവിക്കുന്നവരെ, കള്ളക്കേസുകളിലും വ്യവഹാരങ്ങളിലും അകപ്പെട്ട കുടുംബങ്ങളോട് കർത്താവേ കർത്താവേ ഗർഭിണികളായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരികളെയും അങ്ങയുടെ അവിടെ നിലവയറിലേക്ക് കർത്താവേ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അണിപ്പെടുതാർന്ന അത്ഭുതകരം ഇപ്പോൾ വെക്കണമേ. ഗർഭസ്ഥ ശിശുക്കളുടെ എല്ലാ ദോഷങ്ങളും യേശുനാമത്തിൽ മാറിപ്പോകട്ടെ, യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. പൊന്നോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ ദിവ്യസ്വരത്താൽ
ആധികാരിക സ്വരത്താൽ വിശ്വാസത്തിന്റെ സ്വരത്താൽ യേശുനാമത്തെ കൽപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ഓരോ നിമിഷവും ആരെല്ലാം എന്തെല്ലാം ബന്ധങ്ങളിലെ കർത്താവേ വേദനിക്കുന്നുണ്ടോ അവരെല്ലാം ഈ നിമിഷം അവരുടെ വേദനകളെല്ലാം യേശുവിന്റെ നാമത്തിന് മഹത്വത്തിന് അവരുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, കഴിഞ്ഞു മാറട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ, അതിരുകള് കർത്താവേ അങ്ങ് വിലക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക സ്വാധീനങ്ങളെ, ആഭിചാരദോഷങ്ങളാൽ അങ്ങേ വേദനിക്കുന്ന മക്കളുടെ അതിരുകളെ യേശുവിന്റെ നാമത്തിൽ വിലക്കുന്നു. യേശുവിന്റെ വിശുദ്ധമായ ആ ഭവനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും എട്ട് ദിക്കുകളിലും കർത്താവിന്റെ രക്തം പെയ്തിറങ്ങട്ടെ. യേശുനാമത്തിന്റെ യേശുവിന്റെ രക്തം കർത്താവേ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ കർത്താവേ വിട്ടൊഴിഞ്ഞു മാറട്ടെ. സ്തുതിക്കട്ടെ. മാരക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരള് രോഗങ്ങളെ, കിഡ്നി രോഗങ്ങളെ, ഹൃദയ രോഗങ്ങളെ, ബ്ലോക്കുകളെ, മൊത്തത്തിലെ കല്ലുകളെ യേശു നാമത്തിലെ പോകട്ടെ. നൽകുന്ന സൗഖ്യങ്ങൾക്ക്, തത്സമയ സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ സാക്ഷികളായി വെക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്പർശിക്കണമേ, യേശുവേ സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ രക്തം കർത്താവേ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ കർത്താവെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ജീവിക്കാൻ മാർഗമില്ലാതെ ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്നവരെ കർത്താവെ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടഞ്ഞുപോയ കടകൾ കർത്താവെ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളായി കർത്താവെ ആശുപത്രി കഴിയുന്നവര് മരുന്നുമായിട്ട് കഴിയുന്നവർ കർത്താവെ നല്ലൊരു ആഹാരം കഴിക്കാനോ ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളിൽ പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, രോഗികളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി കർത്താവേ ആരാധനയിൽ പങ്കെടുത്ത രോഗികളെ അങ്ങ് സൗഖ്യപ്പെടുത്തി നന്ദി പറയുന്നു. സ്പോണ്ടിലോസിസ് രോഗികളെ അങ്ങയുടെ തിരുശരീരം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തൈറോയിഡ് രോഗികളെ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ടോൺസിൽ രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വലിയ ശക്തി കർത്താവെ തൊണ്ടയിൽ അസുഖമുള്ള എല്ലാവരുടെയും കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. രണ്ടുവേദനക്കാരെയും ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയൊരു മക്കളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കിഡ്നി കല്ലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കിഡ്നി പ്രവർത്തിക്കാത്തവരെ കിഡ്നി ചുരുങ്ങിയവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗർഭപാതം സിസ്റ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ ട്യൂബിൽ ഗർഭം ധരിക്കുന്നവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭപാതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവേ കൃപാസന ധ്യാനത്തിന് പങ്കെടുക്കുന്നവർക്ക് കൃപകൾക്ക് നന്ദി പറയുന്നു. ശിവേ ആരാധന, ശിവേ സാക്ഷികളായി മാറ്റി ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ ആരാധന, ശിവേ ആരാധന. കർത്താവേ വലിയ വിദൂര യാത്രയ്ക്ക് കർത്താവേ ഡേറ്റ് ഫിക്സ് ചെയ്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എംബസിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിസ ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. IELTS
NEET MOH അതുപോലെയുള്ള കർത്താവേ നൈപുണ്യ യോഗ്യത മത്സര പരീക്ഷകളുടെ PSC ഉൾപ്പെടെയുള്ള എല്ലാ മത്സര പരീക്ഷകളെ കർത്താവേ അതായിരിക്കുന്നവര് അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് റിസൾട്ട് വിദ്യകളിലായി പോയവര് മുടിയുള്ള കർത്താവേ 1-2 മുടി നഷ്ടപ്പെട്ടവരെല്ലാം കർത്താവേ നീ പരിവേഷം കൊടുത്തിട്ടുള്ളവരെല്ലാം കർത്താവേ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കർത്താവേ not by merit but by grace of Jesus യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവേ അങ്ങനെ പീഡാനുഭവത്തിന്റെ കുരിശുമരണത്തിന്റെ ഉയർച്ചയുടെ പിന്നെ യോഗ്യതയാൽ ആരോഗ്യ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന സ്തോത്രം കർത്താവേ സ്പർശിക്കുന്നത് യേശുവേ ആരാധന നാളികേര കർഷകരെ വ്യത്യസ്തങ്ങളായ കൃഷികളെ കർത്താവേ അതുകൊണ്ട് കുടുംബം ജീവിക്കുന്നവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മണ്ണിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ ജീവിക്കാനുള്ള വഴികളെ കർത്താവേ കന്നുകാലികളെ വളർത്തി ജീവിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവർ കൊടുക്കുന്ന ഭക്ഷണം അനുസരിച്ചുകൊണ്ട് അവർക്ക് കർത്താവ് വരുമാനം കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പലതരം കഴിവ് കർത്താവെ ജീവിക്കാൻ വേണ്ടി ഒത്തിരിയേറെ കുടിൽ വ്യവസായങ്ങൾ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ കുഞ്ഞുങ്ങളെ പുറകെ കർത്താവെ അവർ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കന്നുകാലികളുടെ തൊഴുത്തിടങ്ങളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ ആശീർവദിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ യേശുവേ ആരാധന. കടകമ്പോളങ്ങളെ വ്യവസായ വ്യാപാരശാലകളെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും പാസ്പോർട്ടിന് വേണ്ടി കർത്താവേ തടസ്സങ്ങളുള്ളവരെ യേശുവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. യേശുവേ സ്പർശിക്കണമേ കർത്താവേ ആരാധന. യേശുവേ മഹത്വം കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി കർത്താവേ. കർത്താവേ ഏറ്റെടുക്കുന്ന നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങളെ സാക്ഷികളായി കർത്താവേ ശരീരത്തിന് അലർജി ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ലൈമറ്റ് അലർജി ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്റെ അലർജി ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പൊടിയുടെ അലർജിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗങ്ങളെ ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങളെ കഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവേ സ്പർശിക്കുന്നതിന് സൗഖ്യം നൽകുന്നതിന് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അനധി വിദൂരതകളിലെല്ലാം കർത്താവേ ആരാധനയിൽ സ്പർശിക്കണമേ. അവർ ഈ ആഴ്ചയിൽ കർത്താവേ അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലികള് പ്രധാനപ്പെട്ട ഡേറ്റുകള് തീയതികള് ഈ ആഴ്ചയിൽ കർത്താവ് ഈ ആരാധന കൂടുന്ന ഈ ആഴ്ചയിൽ അവർ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ രീതികള് അവരെ ഭയപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളില് വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങളില് കർത്താവിന്റെ കൃപ നിറയട്ടെ. വ്യത്യസ്തങ്ങളായ സ്രാവരോഗികളെ ചെവിന്റെ പഴുപ്പ് വരുന്നവരെ മൂക്കിൽ നിന്നുമല്ലാതെ കർത്താവെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ വെള്ളപ്പൊക്കിന്റെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ പീരീഡ്സ് കർത്താവ് നീണ്ടുപോകുന്നവരെ പീരീഡ്സ് ഇല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരുടെ ഉദരത്തിൽ കർത്താവെ അത് സ്പർശിക്കണമേ. ഉദരത്തിൽ വ്യത്യസ്തമായ രോഗങ്ങളുള്ളവരെ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ ശക്തികൾ അതിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന. കർത്താവേ സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ സൗഖ്യത്തിന് നന്ദി പറയുന്ന കർത്താവേ ഈശോയെ ആരാധന. ഈശോയെ മഹത്വം. ഈശോയെ ആരാധന.
ഹല്ലേലൂയ. തിരുവത്താഴമേശയിൽ സമ്മാനം തിരുവത്താഴമേശയിൽ യേശുവേ ആരാധന. കർത്താവെ ഭാഗമുടമ്പടി നടക്കാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വാഹനം എടുക്കുന്നവരും വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവെ ജീവിതത്തിന്റെ മേൽഗതിക്ക് കർത്താവെ ആവശ്യമായി ഒരു റെക്കമെൻഡ് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ലാതെ വേദനിക്കുന്നവരെ യേശുവേ അങ്ങയുടെ അമ്മയെ അയച്ചുകൊണ്ട് അവരെ ശുപാർശ ചെയ്യിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളെ അങ്ങ് സാക്ഷികളായി മാറ്റുന്നതിന് നന്ദി പറയുന്നു കർത്താവേ, ഞങ്ങളെ സ്പർശിച്ചു നന്ദി പറയുന്നു കർത്താവേ. കോവിഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവിടെ ശ്വാസകോശങ്ങളുടെ വിശുദ്ധമായ രക്തത്താൽ അനുകട്ടെ. യേശുവിന്റെ നാമത്തിൽ 10,000 ഈ നിമിഷം സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന കർത്താവേ. ലോകമാസകലുള്ള കോവിഡ് രോഗികളെ അവരെ സാക്ഷികളായിട്ട് കൃപാസന വട്ടാരിൽ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന യേശുവേ ആരാധന. കർത്താവെ കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, അവരെ പരിചരിക്കാൻ വേണ്ടി കർത്താവ് വീടും ജോലിയും നഷ്ടപ്പെട്ട് കർത്താവ് നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, സംഘൃതമായ കർത്താവെ വളരെ സന്നിഗ്ധമായ ഒരു കുടുംബാന്തരീക്ഷങ്ങളെ കർത്താവെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കർത്താവെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ കർത്താവെ വിഷമിക്കുന്നവരെ ഈ രാത്രിയിൽ കർത്താവെ തീരുമാനമെടുക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവെ ആനുവൽ എക്സാമിന് വേണ്ടി കർത്താവ് ഒരുങ്ങുന്ന മക്കളെ പല പല കാരണങ്ങളെ കൊണ്ട് കർത്താവെ പഠനം ഫ്ലോപ്പായി പോയ മക്കളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ എഴുതണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരെ കർത്താവെ ഈ എഴുതാൻ വേണ്ടി കർത്താവെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ പോരായ്മകളെ കർത്താവെ അങ്ങ് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവെ ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മേൽഗതിയും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി കർത്താവേ, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. ശരീരത്തിൽ പാണ്ഡുരോഗികളെ അങ്ങ് സുഖപ്പെടുത്താൻ നന്ദി പറയുന്നു. കറുത്ത പാണ്ടുകൾ വെളുത്ത പാണ്ടുകൾ ഉള്ളവരെ കർത്താവ് വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം സുഖപ്പെടുത്താനെ കുറിച്ച് നന്ദി പറയുന്നു. നീരോഗികളെ സ്പർശിക്കണമേ, നീരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയ എല്ലാ മക്കളെയും കർത്താവെ സ്പർശിക്കണമേ.
ഓ ദിവ്യമായ സ്നേഹമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ക്രൂശിക്കപ്പെട്ടവരെ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ സ്നേഹം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. കർത്താവേ, കർത്താവേ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ഞങ്ങളെ സാക്ഷികളായി കർത്താവേ കൃപാസന പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിര സാക്ഷികളായി ഞങ്ങളെ മാറ്റുന്ന നന്ദി പറയുന്നു. ആരാധന, കർത്താവേ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്രൂശിക്കപ്പെട്ടവനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവിലാവിൽ അങ്ങനെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം കൊണ്ട് ഓരോ മക്കളെ സ്പർശിക്കും. ആയിരങ്ങളെ അങ്ങ് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് ഇടയാക്കണ പ്രാർത്ഥന. വിവാഹത്തിൽ കർത്താവ് പിരിഞ്ഞു നിൽക്കുന്നവരെ ഇപ്പോഴൊക്കെ കാണിച്ചു തരുന്നതാണ് കർത്താവ്. വിവാഹത്തിൽ പിരിഞ്ഞിരിക്കുന്നവരെ കർത്താവ് അടുപ്പിക്കുന്നു. കർത്താവെ അവരെ കർത്താവെ ഐക്യപ്പെടുന്നതിനോർ നന്ദി പറയുന്നു. അസ്ഥിക്കുഴകൾ നീരുള്ളവരെ, അസ്ഥി പൊടിഞ്ഞിരിക്കുന്നവരെ, ജോയിന്റ്സിന് പെയിൻ ഉള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് യൂറിയ ഉള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. അവർ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സേമന് കൗണ്ട് ഇല്ലാത്തവരെ, മൊബിലിറ്റി ഇല്ലാത്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അണ്ഡം കർത്താവെ ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിണറിൽ വെള്ളം ഇല്ലാത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ആ പറമ്പ് ഉപേക്ഷിക്കാൻ പോകുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ആ പറമ്പ് വിറ്റ് മാറ്റാൻ ഉദ്ദേശിച്ചിട്ട് വിറ്റ് മാറാത്തവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. മെറ്റൽ അലർജി ഉള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടുത്തണമേ. മദ്യപാനികളെയും കർത്താവേ, മറ്റൊരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു. ചാടിയിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ബാങ്കുകളുമായിട്ട് ഇടപെട്ട് കർത്താവേ സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി വന്നുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പേര് വിഷമിക്കുന്നതിന് വഴി കാണാത്തവർ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സത്യവലിക്കുന്ന ആവശ്യിക്കട്ടെ. സാക്ഷികളായി മാറ്റണമേ. ഇടപെടണമേ. ഇപ്പോൾ ഇടപെടണമേ. ആരാധന.
കൈയുടെ മടക്കിനൊക്കെ എപ്പോഴും ചൊറിഞ്ഞു പൊട്ടുന്നവരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴുത്ത കുരുക്കള് ഇടക്കിടക്ക് ശരീരത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ കൂടുതൽ കുരുക്കൾ ഉണ്ടാകുന്നവരെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സാക്ഷികളാക്കണമേ. അടഞ്ഞു കിടക്കുന്ന കടകളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ചിലർ ഭീഷണി നേരിടുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈ തൊഴിൽ ചെയ്യത്തില്ല, തീക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ശാശ്വതമായി വട്ടം നിൽക്കുന്നവരെ യേശുവിന്റെ നാമം നിർവീര്യമാകട്ടെ. കർത്താവേ, യുക്രൈനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെഡിക്കൽ സ്റ്റുഡൻസ് കർത്താവേ, അവിടെ പഠിക്കുന്നവരുടെ കർത്താവേ, ലോകത്തിലുള്ള പല മെഡിക്കൽ സ്റ്റുഡൻസ് കർത്താവേ, അവിടെ പഠിക്കുന്നവരുടെ കർത്താവേ, അവിടെ പഠന സുരക്ഷയെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുക്രൈൻ എത്രയും വേഗം കർത്താവേ സമാധാനത്തിന് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ കർത്താവേ, ബ്രസ്റ്റ് നീര് കിട്ടിയിരിക്കുന്ന കാരണം കർത്താവേ, അതിന്റെ കർത്താവേ വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റാതിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, ഓരോ സ്ഥലങ്ങളിൽ അപേക്ഷയില്ല കർത്താവേ, പുട്ടപ്പ് ചെയ്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആൻസറും റിപ്ലൈയും പ്രതീക്ഷിക്കുന്നവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സമ കർത്താവേ, വരുമാനത്തിന്റെ ഉദ്യമങ്ങൾ ഇരിക്കുന്നവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലേക്ക് വരാൻ വേണ്ടി കർത്താവെ പരിശ്രമിച്ചിട്ട് കർത്താവ് നിയമക്കുരുക്കിൽ കർത്താവെ അകപ്പെട്ടിരിക്കുന്നവരുടെ കുരുക്കുകളെ യേശു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നടക്കാൻ പറ്റാത്തവരെ, പിടിച്ചു നടക്കുന്നവരെ, നടന്നു കഴിയുമ്പോ കിതക്കുന്നവരെ, അവരെല്ലാം കർത്താവ് ഇപ്പൊ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥലത്ത് പോയിട്ട് ദിവസങ്ങളും മാസങ്ങളുമായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സ്പർശിക്കണമേ കർത്താവ്. കർത്താവേ, മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, പൂർണ്ണമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നവരെ, ഭാഗികമായി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവേ, എത്ര പേരിവിടെ അങ്ങ് സാക്ഷ്യം പറഞ്ഞു കർത്താവേ. അതുപോലെ കർത്താവേ, അതിന്റെ പേര് വിവാഹം നീണ്ടി പോകുന്നവരെ, നഷ്ടപ്പെടുന്നവരെല്ലാം അവരെല്ലാം കർത്താവേ, വേറായിട്ടുള്ള ബാൾഡായിട്ടുള്ള കെട്ടി കർത്താവേ, അങ്ങനെ കരങ്ങൾ വെക്കണമേ, വിശുദ്ധരത്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പുതിയ മുട്ടികള് കർത്താവേ, തലമുടികൾ കർത്താവേ നിറഞ്ഞു വളർന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ചെവി കേൾക്കാൻ പറ്റാത്തവരെ പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ പ്രാർത്ഥിക്കുന്നു. പല്ലുവേദനയുള്ളവരെ പ്രാർത്ഥിക്കുന്നു. ഓണപ്പഴുപ്പുള്ളവരെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശക്തിയോട് സ്പർശിക്കട്ടെ. ഞങ്ങളെ സാക്ഷികളായി മാറ്റുന്ന നന്ദി പറയുന്ന കർത്താവേ, സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും
കർത്താവെ അറിയാതെ മലമൂത്രങ്ങളൊക്കെ പോകുന്നവരെ കർത്താവെ ദിവസങ്ങളടുത്ത് പോകാതിരിക്കുന്നവരെ കർത്താവെ ഒത്തിരിയേറെ വിമ്മിട്ടം അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ സ്പർശിക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന മാരകമായ തടസ്സങ്ങള് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആരാധന, യേശുവേ ആരാധന. നന്ദി കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾ തത്സമയ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. കർത്താവേ ആരാധനയിലായിരിക്കുന്ന മക്കളെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ ഒരു സാക്ഷികളായി അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഉടമ്പടിയിലെ ഓരോ നിയോഗങ്ങളെയും അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ ലൈറ്റേക്കാനിൽ പ്രേരിട്ട് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ലോകത്തിൽ നാനാഭാഗങ്ങളിൽ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വ്യത്യസ്തമായ നിയോഗങ്ങളും വിഷയങ്ങളും സമർപ്പിക്കുന്നവരെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്ന കർത്താവേ യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ മാറി താമസിക്കാൻ പറ്റാത്തവരെ ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഒറ്റയ്ക്കും പാട്ടത്തും താമസിക്കുന്നവരെ കർത്താവേ വാടക കാലം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊടുക്കാൻ വേണ്ടി കർത്താവേ ഇറങ്ങാൻ പറ്റാത്തത് ഇടം കാണാത്തവരുമായിട്ട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങ് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുന്ന നന്ദി പറയുന്നു. അവരുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോയെ. അതെല്ലാം ഇപ്പോൾ നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയെ സ്തോത്രം കർത്താവേ. കർത്താവേ അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾ അവരിപ്പോൾ ടൈപ്പ് ചെയ്ത നിയോഗങ്ങളെ അങ്ങയുടെ താരിൽ ഓർക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ സാക്ഷികളായി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഉടമ്പടി ധ്യാനത്തിലെ ലിസ മുക്കണ്ണൂർ എന്ന് പറഞ്ഞ സഹോദരിയുടെ സാക്ഷ്യങ്ങളാണ് വചന വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. അവരുടെ ഉടമ്പടിയിൽ നമ്മുടെ യൂട്യൂബിൽ അത് സാക്ഷ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലിസ മുക്കണ്ണൂരിൻ്റെ സാക്ഷ്യം ഒരു പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ആ സഹോദരി ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് എങ്ങനെയാണ് ഒരു ഗെറ്റ് ത്രൂ അവർക്ക് ലഭിച്ചതെന്ന് അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ എപ്പോഴും ഉടമ്പടിയിലെ ഓരോ കേസ് ഹിസ്റ്ററി എടുക്കാൻ കാരണം ഉടമ്പടി ചെയ്തു പോയ ആൾക്കാർക്ക് അവരുടെ ഓരോ വിഷയത്തിനെ ഹൗ ടു മൂവ് ഇറ്റ്, ഹൗ ടു കൺഫ്രണ്ട് ഇറ്റ്, എങ്ങനെയാണ് നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുക, അതിന് നിങ്ങൾക്ക് പ്രത്യേക ഊർജം നൽകുന്നതാണ് നമ്മുടെ സാക്ഷ്യാനുഭവങ്ങൾ. ലിസ സഹോദര സാക്ഷ്യം അവർ പറയണത് അവർ സൗദി നേഴ്സാണ്. അവർ റിട്ടേൺ ചെയ്ത് പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ ഉണ്ടാകുന്ന ചില അപ്ഹീവൽ, കുറേ കലാമിറ്റി നടക്കുന്നുണ്ട് കാര്യം എംബസിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്നാമത്തെ കാര്യം
അവിടെ അവർ അക്കാമ വർക്ക് പെർമിറ്റ് സറണ്ടർ ചെയ്ത് നേരത്തെ അത്, പക്ഷേ നിയമത്തിൻ്റെ രീതിയിൽ അവർക്ക് റിലീവിങ് ഓർഡർ, തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള ഓർഡർ അവർ സൗദി കൊടുക്കുന്നത് ആ റിട്ടേൺ ഫ്ലൈറ്റിൻ്റെ ദിവസമാണ്. ആ ഫ്ലൈറ്റ് റിട്ടേൺ ആകുന്ന തിരിച്ച് ഇന്ത്യയിലേക്ക് പോരുന്ന സമയത്താണ് അത് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സാധാരണ കിട്ടാറുണ്ട്, ആൾക്കാർ പോകാറുണ്ട്. പക്ഷേ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായി. ഇവരുടെ പ്രശ്നമെന്ന് പറയണത് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് 4 മണിക്കൂറാണിപ്പോൾ. അപ്പോൾ 4 മണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം. അവർ അതൊക്കെ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം ആൾ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഇവർ വിസ റിലീവിങ് ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പറയണത്, നിങ്ങൾക്ക് നിങ്ങളുടേത് റിലീവിങ് ഓർഡർ വിത്ത് ഹെൽഡാണ്, പിടിച്ചു വച്ചിരിക്കുകയാണെന്ന്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അക്കാമ എക്സ്പയർ ആയിട്ട് കുറേ ദിവസങ്ങളായി. പക്ഷെ അവർ കൊടുക്കുമ്പോൾ എക്സ്പയർ ആയിട്ടില്ലായിരുന്നു. അവർ സറണ്ടർ ചെയ്യുമ്പോൾ അക്കാമ എക്സ്പയർ അല്ല. പക്ഷേ ഈ സൗദിക്കാരെ വെച്ച് ഇവർ നാട്ടിലേക്ക് പോരേണ്ട ദിവസം വരെ വെച്ച് താമസിപ്പിച്ച കാരണം അക്കാമ എക്സ്പയർ ആയിപ്പോയി. അതാണ് അപ്പോൾ ഓരോ ഇഷ്യൂ വരുന്നത് കണ്ടില്ലേ മക്കളെ. ഇതൊക്കെ നമ്മളെങ്ങനെ ചിന്തിച്ച്, ജീവിതം ഇങ്ങനെയാണ്, നമ്മൾ എത്ര ഷാർപ്പായിട്ട് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിലും പെട്ടെന്ന് തീ കയറി പിടിക്കും. നമ്മൾ ഈ ഒരു മിനിമം എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ലൈനിൽ എപ്പോഴും നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ഇഷ്യൂ ബേസ്ഡ് സ്പിരിച്വാലിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാവരും അല്ല, കുറേ പേരൊക്കെ. ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ദൈവത്തിനോടൊക്കെ നമ്മൾ കമന്നടിച്ച് വീണൊക്കെ പ്രാർത്ഥിക്കും, വേണേൽ പല്ലും കളയും. പക്ഷേ അത് കഴിയുമ്പോൾ പിന്നെ ഇവർ ശാന്തമാകും. ഇത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. അങ്ങനെ ചെയ്യരുത്. ഒരു മിനിമം, ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്ത് റിസർവ് അതിൽ പെട്രോളുണ്ട്. ആ റിസർവ് നമുക്ക് ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ ഇനിയിപ്പോൾ എത്രയും പേര് അരമണിക്കൂറിൽ അടിക്കേണ്ടി വരുമെന്ന് നമുക്ക് അറിയട്ടെ. ഇതിങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഇല്ലാത്ത കുറേ ജീവിതങ്ങളുണ്ട്. ദൈവകൃപ പോയാൽ ഇവരറിയത്തില്ല. അത് ഭയങ്കരമായ ഒന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. കർത്താവായ ദൈവമേ, അങ്ങയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ആത്മീയമായി എന്നെ വളർത്തണമേ. ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണം. ആരാധന. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് എൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എപ്പോഴും റിസീവർ ആയാൽ തന്നെ റിസീവറിങ് ഇൻഡിക്കേറ്റർ ഉണ്ടാകണം നമുക്ക്. അതായത് അത് ദൈവം നമുക്ക് അത് തോന്നിക്കും ഇല്ലേ. ബോഡി ഇപ്പോൾ ഒരു പനി വരികയാണെങ്കിൽ ബോഡിയിൽ എന്തോ ഒരു ഡിസോർഡർ ഉണ്ടെന്ന് തോന്നിക്കത്തില്ലേ. അതുപോലെയാണ് നമ്മൾക്ക് നിനച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേയ്മെൻറ്റ് സ്റ്റോപ്പാകുന്നു. അപ്പം നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് ഇപ്പോൾ ആലപ്പുഴയൊക്കെ കയറ്റ് ഓഫീസിൻ്റെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് ഒരു കയറ് നമ്മൾ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ്. കയർ അവരുടെ കയ്യിലും കാശ് അവരുടെ കയ്യിൽ, നമ്മുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതെന്താ ഇങ്ങനെ സംഭവിക്കണത്, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് ഈ വിഷയം ഒരു ഇൻഡിക്കേറ്ററാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻഡിക്കേറ്ററാണ്. എന്താ കാര്യം, നിനക്കിനി സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് നിൻ്റെ പെട്രോൾ തീരാനായിരിക്കുന്നു. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കർത്താവ് എന്താ പറഞ്ഞത്, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുക്കിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും അനുഗ്രഹത്തിന്, അതായത് ലോകം മുഴുവനും പട്ടിണി കിടന്നാലും സിംഹക്കുട്ടികൾ 55-ാം സങ്കീർത്തനം എന്താ പറയണത്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം അല്ലേ. 34-ാം സങ്കീർത്തനം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ ആരാധന,
ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 34 തിരുവചനം 10 ഏറ്റുപറഞ്ഞ് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം. കർത്താവേ, നിന്നെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പൊ ഇതാ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു വെച്ചാൽ അവർക്ക് 4 ലക്ഷം രൂപ കടം, 4 ലക്ഷം രൂപ കടം. അവരുടെ നിർമ്മാണ യൂണിറ്റ് ഓർഡർ ഇല്ലാതെ ബ്ലോക്കായി. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബ്ലോക്കായി. കോവിഡ് കാലത്ത് എല്ലാം അടച്ചിട്ടിരിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇവർ ഉടമ്പടി എടുത്ത്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാത്രം ആ യൂണിറ്റിലേക്ക് തന്നെ ഏതാണ്ട് 10-40 ലക്ഷത്തിൻ്റെ PP കിറ്റിൻ്റെ ഓർഡർ കിട്ടി. ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല. ആ ഇടയ്ക്ക് കുറേ ആൾക്കാർ, അതായത് ഇത് എങ്ങനെ വെച്ചാൽ ആർക്കും ഈ ലോകത്ത് വർക്ക് നടക്കുന്നില്ലെങ്കിൽ, അതാണ് സിംഹക്കുട്ടി എന്ന് പറയാമല്ല, സിംഹക്കുട്ടിയാണ്, അല്ലാതെ മുയലിൻ്റെ കുട്ടിയല്ല. സിംഹക്കുട്ടി എന്ന് പറയുമ്പോൾ ഇര ഉണ്ടെങ്കിൽ ആ സാധനം പിടിച്ചിരിക്കും. അത്രയും പ്രാപ്തിയും കഴിവും ഉള്ളതാണ്. പക്ഷേ അതിന് പോലും ചിലപ്പോൾ ഇര കിട്ടത്തില്ല. ഇവിടുത്തെ മഹത്തായ സിനിമാ നടന്മാരൊക്കെ വീട്ടിൽ ഇരിക്കല്ലേ, എത്രയോ വർഷമായിട്ടിരിക്കണം, 1.5 കൊല്ലം ഇരുന്ന് ഒരു പടവും ഇല്ലാതെ. അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, ഇതല്ലേ ജോലിയുള്ളൂ, ഇതുപോലെ ഇതേ ജോലിയുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പോലും ദൈവം ചില ആൾക്കാരെ ഭയങ്കരമായിട്ട് സന്ധിച്ചു പോകും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങളും ദൈവത്തിൻ്റെ ആൾക്കാരല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആൾക്കാരെന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ എല്ലാവരും നമ്മൾ മക്കളാണല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ എന്താ ഗുണം? അത് മക്കളാണെങ്കിൽ അവകാശികളാണ്. പറഞ്ഞേ, അവകാശികളാണ്. പക്ഷേ അവകാശികളാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൂർത്തപുത്രൻ്റെ കഥ പറയുമ്പോൾ 2 മക്കളും അവകാശികളാണ് അല്ലേ? അതിൻ്റെ അകത്ത് ഇപ്പം ധൂർത്തപുത്രൻ്റെ കഥയിൽ 15-ാം അധ്യായം 11-ാം വാക്യം തൊട്ടാണ് ധൂർത്തപുത്രൻ്റെ കഥ തുടങ്ങണത്. 2 മക്കളുണ്ട്. മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 2 മക്കളുണ്ട്, 2 പേരും അവകാശികളാണ്. പക്ഷെ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15-13 ഒരു മകനുണ്ട്. ഈ 15-13 മകൻ എന്തു ചെയ്യും? അവൻ ഇളയ മകനാണ്. അവനെന്ത് ചെയ്യും? അവകാശം മേടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? വിദൂര ദേശത്തേക്ക് പോയെന്നാണ് പറയണത് ഇല്ലേ? പിന്നെ എന്താ അവന് സംഭവിച്ചത് നമുക്കറിയാം. പക്ഷെ മക്കളാണ്, അവകാശമുണ്ട്, അതിന് അവകാശം കിട്ടിയതുമാണ്. പക്ഷെ അവൻ അപ്പൻ്റെ കൂടെ നിന്നില്ല. ഇതിൻ്റെ പ്രോബ്ലം അതാണ്. അതായത് നമ്മൾക്ക് അവകാശം കിട്ടണം കിട്ടാത്തതല്ല, നമ്മൾ എപ്പോൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ഭയങ്കര സീരിയസ് ആണ്. അവകാശം നിലനിൽക്കണതും അവകാശം നിലനിൽക്കണത്, അവകാശം അനുഭവിക്കാൻ യോഗ്യതയുള്ളതും രണ്ട് വിഷയങ്ങളാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ അത് ഇപ്പോൾ 2 മക്കൾ, ഇവർ 2 പേരും അവകാശികളാണ്. ഇളയ മകനും മൂത്ത മകനും അവകാശിയാണ്. ഇപ്പോൾ ഇളയവൻ പറഞ്ഞ് എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് അപ്പന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഓഹരി അവന് കൊടുത്തു. അപ്പോൾ 15, 11, 13 വിശുദ്ധ ലൂക്കാ സുവിശേഷം 15-13 എന്താ പറയണത്? അവന് കിട്ടിയപ്പോൾ തന്നെ, ഓഹരി കിട്ടിയപ്പോൾ തന്നെ അവൻ അപ്പനിൽ നിന്ന് പതുക്കെ അകന്നു പോയി. അനുഗ്രഹം കിട്ടുമ്പോൾ അകന്നു പോകുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അത് ഭയങ്കര രസമാണ്. അനുഗ്രഹം കിട്ടുമ്പോൾ ഇപ്പോൾ ഒരു കാനഡയിലൊക്കെ പോണില്ലേ ആൾക്കാർ, അവരെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ജവമാല ചെല്ലിയോ? വീട്ടിലായിരുന്ന സമയത്ത് ജവമാല ചെല്ലിയ ആൾക്കാരാണ്. അവരെ വിളിച്ച് ചോദിച്ചത് നീ ഞായറാഴ്ചയാണല്ല നീ പള്ളിയിൽ പോയോ? അമ്മ ചോദിക്കുമോ? അമ്മയും ചോദിക്കത്തില്ല. അമ്മ എന്താ ചോദിക്കേണ്ടത്? എടാ ശമ്പളമായാ? എൻ്റെ പെങ്ങളെ വന്നിട്ടും പോയി, അവളുടെ സ്വർണ്ണമൊക്കെ പണയം വെച്ചല്ല നീ പോയിരിക്കണത്, അതെടുത്ത് കൊടുക്കണ്ടേ? അപ്പോഴും ദൈവത്തെക്കുറിച്ച് അമ്മയും ചോദിക്കത്തില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മളെ കൃപാസനത്തിൽ നോക്കുമ്പോൾ ഒത്തിരിയേറെ അമ്മമാരുടെ കണ്ണുനീരിന് പരിഹാരം കണ്ടിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ അമ്മമാരെന്ന് പറഞ്ഞാൽ ആരാണ്?
ഈ അമ്മയും കാനഡയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു ചോദിക്കണത് എന്താണ്? കാശയക്കണില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴും അതുങ്ങളുടെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ചില അമ്മമാർക്ക്, എല്ലാ അമ്മമാരെയും നമുക്ക് കാടടച്ചൊന്നും പിടിവെക്കാൻ പറ്റത്തില്ല. ചിലരൊക്കെ നല്ലവണ്ണമൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അതുകൊണ്ട് തന്നെ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഓഹരി കിട്ടിക്കഴിയുമ്പോൾ, ഭൗതിക ഓഹരി ആയാലും, നമ്മൾ ഉടനെ വിദൂരദേശത്തേക്ക് പോകും, ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അതാ ധൂർത്തപുത്രൻ്റെ കഥയെന്ന് പറയണത്. എന്ന് വെച്ചാൽ കിട്ടിക്കഴിയുമ്പോൾ അകന്നു പോകും. അപ്പോൾ അതേസമയം തന്നെ മറ്റേ മകനെന്ത്, അവന് അവകാശിയാണ്. അവന് അവകാശിയാണെങ്കിലും അവന് അവകാശത്തിൻ്റെതായിട്ടുള്ള അത്യാവശ്യം കഞ്ഞിവെച്ച് പോകും. എന്നല്ല, എക്സ്ട്രാ പരിപാടികളൊന്നും അവന് കിട്ടണില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂത്ത മകനില്ലേ, മൂത്ത മകനും അവകാശിയാണ്. അവന് നല്ല ഉടുപ്പുണ്ട്, ഡ്രസ്സുണ്ട്, യാത്ര ചെയ്യാൻ കുതിരയുണ്ട്, അവന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനൊരു പ്രാവശ്യം ഒരു അനാവശ്യം ചോദിച്ചായിരുന്നു. അവൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഈ DJ പാർട്ടി നടത്താൻ വേണ്ടി ഒരു ആടിനെ ചോദിച്ചായിരുന്നു. അപ്പം അപ്പൻ എന്ന് പറഞ്ഞ് അവൻ ആട്ടി ഓടിച്ചാണ്. അതാണ് സംഭവം. ഇവൻ പക്ഷെ അത് ഇളയ മകനാണ് ചോദിച്ചെങ്കിൽ അപ്പൻ കൊടുത്തേനെ, അല്ലെങ്കിൽ അപ്പനെ അവൻ തന്തക്ക് വിളിക്കും. അതാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇളയ മകനാണ് അപ്പനോട് ചോദിച്ച ആടിനെ ചോദിച്ചെങ്കിൽ നീ അഴിച്ചുകൊണ്ട് പോടാന്ന് പറയും. എന്താണെന്ന് വെറുതെ അവൻ്റെ വയൽ കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് വിഷയം. അപ്പം അതുകൊണ്ട് മൂത്ത മകനോട് ബെയർ മിനിമം അത്യാവശ്യം വേണ്ട കാര്യമൊക്കെ കൊടുത്ത്, വീട്, ജോലി, വിവാഹം, എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കത്തില്ല. എക്സ്ട്രാ ആയിട്ട് അവൻ ചോദിച്ചാൽ അത് കിട്ടത്തുമില്ല. അപ്പോൾ ഈ എക്സ്ട്രാ ആയിട്ട് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിലും ഇവന് വലിയ പരിഭവമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇപ്പോൾ പരിഭവത്തിന് ഒരു പ്രശ്നം വന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മുടിഞ്ഞ് തേച്ച് കഴുകാൻ പോയ അവകാശി പന്നിക്കൂട്ടത്തിൽ നിന്ന് തിരിച്ച് വന്ന്, അപ്പോഴാണ് പ്രശ്നം. പന്നിക്കൂട്ടത്തിൽ നിന്ന് വന്നെങ്കിലും കുഴപ്പമില്ല, പന്നിക്കൂട്ടത്തിൽ നിന്ന് പട്ടിക്കൂട്ടിൽ നിന്ന് എവിടെയെങ്കിലും വരട്ടെ. പക്ഷേ അതല്ല പ്രശ്നം. ഇപ്പം വന്നു കഴിയുമ്പോൾ അപ്പം കാണിക്കുന്ന കാട്ടായം കണ്ടപ്പോൾ അവൻ്റെ നിന്നളം മറന്നുപോയി. അപ്പം അവന് എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തു. അവന് ഭയങ്കര വീട്ടിൽ തന്നെ ഭയങ്കര ഫങ്ഷനൊക്കെ നടത്തി. അപ്പം ഇവിടെ ഈ അങ്ങനെ ഫങ്ഷനൊന്നും ഇല്ലാത്തൊരു വീടാണ്. കാര്യം ഇളയ മകൻ പോയതിന് ശേഷം ഈ വീട്ടിൽ വലിയ ഫങ്ഷനൊന്നുമില്ല. കാര്യം ഫങ്ഷൻ്റെ പാർട്ടി പുള്ളിയാണ്. ഈ മൊത്തം വലിയ ഫങ്ഷൻകാരനല്ല. പിന്നെ കൂട്ടുകാരോടൊക്കെ ചുറ്റികളിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീട് പൊതുവെ ഒരു സൈലൻ്റായിപ്പോയി. പക്ഷേ ഇവൻ തിരിച്ചു വരുമ്പോൾ ഇതുകൂടി ഇവൻ്റെ അവകാശബോധം, മൂത്തവൻ്റെ അവകാശബോധം ഒരു വിലപേശലിലേക്ക് പോകും. അതാണ് എപ്പോഴും ദൈവമായിട്ട് നമ്മളൊരു വിലപേശൽ. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടിയവനും ചിലപ്പോൾ കിട്ടാത്തവനും ദൈവമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു മിനിമം കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു വഴി കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ദൈവമായിട്ട് നമ്മുടെ വിലപേശന് പോകും. അതിന് വിലപേശന എന്താണ്? അപ്പോഴവൻ വീട്ടിൽ കയറാൻ അവൻ തന്നെ സ്ട്രൈക്കായി, സമരമായി. അവൻ നിരാഹാരമൊക്കെ നടത്തുകയില്ലേ വീട്ടിൽ നമ്മൾ, അതുപോലെ അവനും ഒരു സമരത്തിലായി. അപ്പോഴവന് മനസ്സിലാവും, അവനിനി അപ്പൻ നോക്കിയപ്പോൾ അപ്പൻ ഈ പാർട്ടിയുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ജനലിനെ കൂടി നോക്കുമ്പോൾ ഇവനെ കാണുന്നുണ്ട്. അപ്പം അപ്പനോടത്ത് എന്തെങ്കിലും കയറാത്തത്, ഇനി ഇവനെ കൂടി പോകുക എന്നും പറഞ്ഞ് ഇവനെപ്പോലെ പോകുകയെന്ന് വെച്ചാൽ അപ്പൻ ചാടി പുറത്ത് വീണു. അപ്പം അവനങ്ങനെ ഭയങ്കരമായിട്ട് ചുവന്ന് തൊണ്ടൊക്കെ ഇടറി ഇവൻ കുറേ ഡയലോഗ് പറയും. അതിൻ്റെ ആ ഡയലോഗിൽ ഒരു ഡയലോഗ് എന്ന് പറയണത്, അപ്പൻ എന്ത് പണിയാണ് കാണിച്ചത്, അപ്പൻ്റെ കൂടെയല്ലേ ഞാൻ ഈ കാലങ്ങളെല്ലാം നിന്നത്, എന്നിട്ട് ഒരു കുഞ്ഞാടിനെപ്പോലും എനിക്ക് തന്നില്ലല്ലോ. അതാണ് പുള്ളിയുടെ ബാർഗെയിൻ്റെ പ്രശ്നം. അതാണ് പുള്ളി അപ്പനുമായിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോൾ. അപ്പം നമ്മളെ ബാർഗെയിൻ ചെയ്യുന്നില്ല ദൈവമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാറ്റഗിസത്തിന് പോകുന്നുണ്ട്, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഞായറാഴ്ചയാണെങ്കിലും ശരി ട്യൂഷനൊക്കെ ഒന്നും പള്ളിയിൽ പോകാതെ ഞാൻ ട്യൂഷന് പോലും പോകത്തില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒപ്പിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പരിചയത്ത് പറ്റുകയി. അപ്പോഴാണ് നമുക്ക് അവകാശബോധം വരണത്. നമ്മൾ ഈ ട്യൂഷൻ പോയി കുർബാന കട്ട് ചെയ്ത് ട്യൂഷന് പോയ പാർട്ടി റാങ്കൊക്കെ മേടിച്ചിരിപ്പുണ്ട്. നമ്മൾ കുർബാനയ്ക്ക് പോയിട്ട് ട്യൂഷന് പോകാതെ കുർബാനയ്ക്ക് പോയ ആൾക്കാർക്ക് റാങ്കില്ല. അപ്പോൾ വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ചില മണ്ടികൾ അല്ലെങ്കിൽ മണ്ടന്മാർ ഫൈറ്റ് ചെയ്യും. പക്ഷേ നമുക്കറിയാമല്ലോ, ഒന്നും ഉറങ്ങിയാൽ നിരം വിളക്കത്തില്ലല്ലോ. എത്ര ഉറക്കം കഴിഞ്ഞാൽ ജീവിതം
നിൻ്റെ ദൈവപൈതലേ, നിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം നിന്നെ പ്രകോപിപ്പിക്കാൻ നോക്കിയാൽ ബുദ്ധിയും ബോധമുള്ള ഒരു വിശ്വാസി, ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കണം എപ്പോഴും, ഇഡിയറ്റ് ആയിരിക്കരുത്. എന്നുവെച്ചാൽ ദൈവം നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മൾ വിലപേശാൻ പോകരുത്. അമ്മ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അമ്മയെ ഫോളോ ചെയ്യുന്ന ആളാണ്. അമ്മ ഒരിക്കലും ബാർഗെയിൻ ചെയ്യത്തില്ല, മിണ്ടാണ്ടിരിക്കേ ഉള്ളൂ. എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും അമ്മ മിണ്ടാണ്ടിരിക്കും. ഈശോ തന്നെ അമ്മയുടെ നില മറന്നുകൊണ്ട് അമ്മയോട് സംസാരിച്ചു. അമ്മയുടെ കഷ്ടപ്പാടൊന്നും നോക്കാതെ എത്തുമാത്രം പരവേശപ്പെടുത്തി തലകുത്തി മറിഞ്ഞ് വെള്ളം കുടിച്ചാൽ കുടിക്കാതെയൊക്കെയാണ് തിരിച്ച് ഈശോയെ കാണാതെ പോയി ഈശോനെ കാണാൻ വേണ്ടി ജയിച്ചത്. അപ്പോൾ ഈശോ പറഞ്ഞ ഡയലോഗ് ഒന്നും കറക്റ്റ് ഡയലോഗ് അല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സ്ഥാനത്ത് അത് കറക്റ്റാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അണ്ണാക്കം തള്ളി നടന്ന് കിതച്ചവിടെ എത്തണ ഒരു സ്ത്രീയോട് പറയാൻ പാടില്ല. അത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യയപ്രദനായിരിക്കേണ്ടവനല്ലേന്ന് പറഞ്ഞാൽ അത് തിയോളജിക്കൽ എററൊന്നും അതിൻ്റെ എത്തില്ല, അല്ലേ? ദൈവശാസ്ത്രപരമായിട്ട് ഒരു എററുമില്ല. പക്ഷേ തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ഔഷധപിതാവ് ഒരാൾ പണിയെടുത്തിട്ടാണ് കാശ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഞ്ഞിവെപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വസ്ത്രവും കഴിഞ്ഞിട്ട് വീടിൻ്റെ മെയിൻ്റനൻസും കഴിഞ്ഞിട്ട് ബാക്കി ഇത്തിരി ഇട്ടുകൂട്ടുണ്ടാക്കിയിട്ടാണ് കൂശ് പൊട്ടിച്ചാണ് ഈ പരിപാടിക്ക് പോയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈശോ അവിടെ തങ്ങണത്. പിന്നെ ആരെങ്കിലും കടം മേടിച്ച് വായ്പ മേടിച്ചിട്ടാണ് രണ്ടാമത് കാണാൻ തിരക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് കേൾക്കുന്ന ഡയലോഗ് ഇതാണ്. അതായത് ഇതൊക്കെ പലപ്പോഴും ദൈവമായിട്ടുള്ള യാത്ര മുതലാകത്തില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ മുതലാകാത്തതല്ല, ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണ പരിപാടിയാണ്. അറിയാതെ ഒരു സാധനം ചെയ്യത്തില്ല. ഇതൊക്കെ ടെസ്റ്റ്. അതായത് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, നമ്മളെ ഒരു വിശ്വാസത്തിൽ നിന്നൊരു നിലവാരത്തിൽ നിന്ന് അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്താൻ നോക്കുമ്പോൾ ദൈവം ടെസ്റ്റ് ഇതാണ് നമുക്ക് തരണത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. അവർക്ക് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിൽ നിന്നും മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ കർത്താവിൻ്റെ പാദം കഴുകിയില്ലേ ഒരു കക്ഷി? ആരാ കർത്താവിൻ്റെ പാദം കഴുകിയത്? ലാസറിൻ്റെ പെങ്ങള് ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായപ്പോൾ ലാസർ ഈശോയെ അവർ ഒരു ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതിൻ്റെ കാര്യം ഈ കാല് കഴുകാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവർ തോന്നിവാസം പറഞ്ഞായിരുന്നല്ല, ഇവർ കർത്താവിൻ്റെ അടുത്ത് കുറേ തോന്നിവാസം പറഞ്ഞായിരുന്നു. എന്താ ദിവസം പറഞ്ഞത്? കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കുകയില്ല, അതിനെ കൂനിയെന്നൊക്കെ പറഞ്ഞില്ലേ? അത് വലിയ കഷ്ടമായിപ്പോയി ശരിക്കും. ഇവർക്ക് പിന്നീടാണ് ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ അങ്ങനെയൊക്കെയുള്ള ഡയലോഗൊന്നും പറയേണ്ട കാര്യമില്ല, ഈശോയോട് അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ അപ്പോഴേ ഇവളാണ് എൻ്റെ മെയിൻ ആൾ, മറിയമായിരുന്നു അതിൻ്റെ അകത്ത് മെയിൻ ആൾ. മർത്ത ഓടിച്ചെന്നായിരുന്നു ആദ്യമേ. അവൾ മറിയം വീട്ടിൽ തന്നെ ഇരുന്നെന്നല്ല ബൈബിൾ പറയണത്. അപ്പം മറിയത്തിന് വല്ലാണ്ട് കുറ്റബോധം. എന്താ കാര്യം? ഈശോയോട് അങ്ങനെയൊന്നും പറയേണ്ടിയില്ല എന്ന്. ഇപ്പോൾ ഈശോ ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ച ചില ആളാണ്. ഇത് നമ്മൊന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈശോനെ ഒന്നും തോന്നിവാസം പറയേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഈശോ വരികയാണെങ്കിൽ ഞാൻ ഈശോയുടെ പാദങ്ങൾ പാദം കഴുകുമെന്ന് പറഞ്ഞു. മറിയം പറഞ്ഞു. അപ്പോൾ അവൾ അതിനു വേണ്ടി കരുതിയാണ് ഈശോ വന്നപ്പോഴത്തെ അത് അവളുടെ അനുതാപമാണ് അവിടെ. പക്ഷേ അതാണ് സംഭവം. എന്തെങ്കിലും ഒരു ഭാഗം നമ്മൾ ദൈവത്തിനോടുള്ള ഡീലിങ്സിൽ നമ്മുടെ ഒരു പരിഭവം, ഒരു പരാതിയാണ് പറഞ്ഞത്. കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, അതൊരു പരാതിയായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പരാതി കഴിഞ്ഞപ്പോൾ ഈശോ അതൊന്നും ശ്രദ്ധിച്ചില്ല. പരാതിയാണ് നീ പറയണത്, നീ എന്തിനാണ് പരാതി പറയണത്? ഇങ്ങനെയാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. നീ അന്ന് പാതാന്തികത്തിലിരുന്ന് കുറേ വചനം കേട്ട് മാർത്ത ചമ്മന്തിയൊക്കെ അല്ല, ഞാൻ അവളല്ല എന്നെ വഴക്കിട്ടത്, നിന്നെ വഴക്കിട്ടില്ലല്ലോ. ഈ വചനം കേട്ടിട്ട് നിനക്കെന്ത് പ്രയോജനം? അവക്കല്ലേ ഇപ്പോൾ പ്രയോജനം ഉണ്ടായത്, അവളല്ലേ ഓടി ആദ്യം വന്നത്. അങ്ങനെ ഒന്നും ഈശോക്ക് പറയാമായിരുന്നു, പക്ഷേ ഈശോ പറഞ്ഞില്ല. പക്ഷേ ഇവർക്കത് ശരിക്കും കൊണ്ട് അവർ പറഞ്ഞു, ഇനി ഈശോ വരുമ്പോൾ ഞാൻ പാദം കഴുകുമെന്ന് പറഞ്ഞു. പാദം കഴുകിക്കൊണ്ടിരിക്കണവളെ അപ്പോഴുണ്ടൊരു മനുഷ്യൻ എന്താ പറയണത്, എല്ലാം മാനുഷികമായി കാണുന്ന ഒരു ആൾക്കാരുണ്ടായി മനുഷ്യൻ്റെ കൂട്ടത്തിൽ, അല്ലേ? അപ്പം യൂദാസ് എന്താ പറഞ്ഞത്? 12:5 വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:5 എന്താ പറയണത്? ഈ പൈസ എന്തിനാ വേസ്റ്റാക്കിയത്? ഇത് 200-300 ദിനാറയ്ക്കുള്ള സുഗന്ധമില്ലേ? ഇത് വേസ്റ്റല്ലേ? ഇത് പുറത്ത് കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ പറയത്തില്ലേ, പള്ളിയൊക്കെ വെക്കാൻ പറയുമ്പോൾ ഈ പള്ളി വെക്കണ സമയത്ത് വല്ല പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പോലെ ഞാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ വല്ല പെണ്ണുങ്ങളെ കെട്ടിച്ചിട്ടുണ്ടോ? വല്ല 5 പൈസ കൊടുത്തിട്ടുണ്ടോ? കല്യാണ കവർ കൊടുത്തു വിട്ട് അല്ലിന്ന് പൈസ അടിച്ചു മാറ്റുന്ന പാർട്ടിയാണ്.
നമ്മൾ എല്ലാ വീടുകൾ കല്യാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര 5 പൈസ കുറക്കാമെന്ന് ഞാൻ ഇവനിരിക്കണത്. കല്യാണത്തിനൊക്കെ വീട്ടിൽ പൈസ കൊടുത്ത് വിടത്തില്ലേ, അമ്മ തന്നെ പറയും നിൻ്റെ അടുത്ത് കാശ് തരത്തില്ല, അവിടെ എത്തത്തില്ലെന്ന് പറയും. ആ പാർട്ടിയാണ് ഈ പറയണത് പള്ളി വെക്കണ സമയത്ത് പെൺകൊച്ചുങ്ങളെ കെട്ടിക്കാൻ പറ്റും. അതുപോലെ അതിനെക്കുറിച്ച് വിമർശിക്കും. പക്ഷേ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാനുഷിക ചിന്തയുണ്ട്, ഒരു ദൈവിക ചിന്തയുണ്ട്. ദൈവകൃപയുള്ളവന് മാത്രമേ ദൈവിക ചിന്ത വരത്തുള്ളൂ. യൂദാസ് പറഞ്ഞത് ഒരു മാനുഷികമായ ചിന്തയാണ്. അങ്ങനെ പറഞ്ഞത് തെറ്റില്ല. കർത്താവ് പറഞ്ഞു നീ അത് അവളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല, ഭൂമിയിൽ എവിടെയെങ്കിലും സുവിശേഷം പ്രസംഗിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത കാര്യം ആദ്യം പറയുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ സെറ്റിൽമെൻ്റ്, ആ മറുപടി അതാണ് കറക്റ്റ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ഒക്കെ സംഭവിച്ചാലും, ഇപ്പോൾ അമ്മയോട് ഈശോ ഇങ്ങനെ സംസാരിക്കുക, ബാർഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ പിറുപിറുക്കുക ദൈവവുമായിട്ട്. ദൈവം അങ്ങോട്ട് ഞാൻ ഇത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചിട്ടും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അത് ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിലുള്ള മെയിൻ പോയിൻ്റാണ്. അതെങ്ങനെയാണ് കാര്യം തിരിഞ്ഞ് വരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പ്രസരണ നഷ്ടം എന്നാണ് ഇനി പറയണത്. കാര്യം നമ്മൾ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിസിറ്റി കമ്പി പോകുന്നു, അപ്പോൾ അതിന് ഒരു മരത്തിൻ്റെ ശാഖ മുട്ടിക്കിടക്കണമെങ്കിൽ ഉടനെ ആ ശാഖയിലേക്ക് കുറേ കറണ്ട് പോകും. അതാണ് പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ഒരു കാര്യം ചെയ്ത് ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്, പക്ഷേ അതേസമയം തന്നെ നമുക്ക് പിറുപിറുപ്പുണ്ട്. നമുക്ക് കർത്താവുമായിട്ട് എന്നോട് അങ്ങനെ ചെയ്തു തരും. ഇപ്പോൾ അവൻ ചോദിക്കണില്ലേ, മൂത്തമോൻ ചോദിക്കണേ എന്താണ്, നീ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഞാൻ നിന്നോടൊരു ആട്ടും കുഞ്ഞിനെപ്പോലും ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നില്ലേ. അത് ഒരു ബാർഗനിങ് ആണ് സംഭവം. അപ്പോഴ് അപ്പൻ പറയുന്നൊരു മറുപടിയുണ്ട്, എന്താണ്, എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, മക്കളാണെങ്കിൽ അവകാശികളാണ്. പക്ഷെ മക്കളാണല്ലോ ഇവർ രണ്ടുപേരും. പക്ഷെ ഒരാൾ ഇളയാൾ, ഒരാൾ മൂത്താളും. വ്യത്യാസം എന്താണ്, ഒരാൾ ഓഹരി കിട്ടിയപ്പോൾ അപ്പനുണ്ടേക്ക് എന്ന് അകന്നകന്ന് പോയി. മറ്റയാളെന്താണ്, അപ്പനെന്താ പറയണത്, എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ മക്കളായിട്ട് കാര്യമില്ല, അപ്പൻ്റെ കൂടെ ഉണ്ടാ ഇല്ല എന്നാണ് പ്രശ്നം. പിടികിട്ടിയ മക്കളാണെങ്കിൽ അവകാശികളാണെന്ന്, രണ്ടും അവകാശികളാണല്ലോ. അപ്പം അവകാശികളെക്കാളും ആരാണ് അപ്പൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്, ആരാണ് വിദൂരദേശത്തേക്ക് പോയി കളയണത്, അതാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോണത്. അതോടുകൂടി ഇവരുടെ അവകാശം ക്രമേണ അതായത് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയ്ക്ക് മാറും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെന്തൊക്കെ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അധ്വാനിച്ചാലും നമ്മൾ ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും അധ്വാനിക്കണത് അല്ലേ. അവരെന്തെങ്കിലും പൊട്ടങ്ങൾ കളിച്ചാൽ, ഇപ്പം എനിക്കൊരു ആസ്ട്രേലിയയിൽ നിന്ന് പണ്ട് ഒരു അപ്പനും അമ്മയും വരുമായിരുന്നു, ആസ്ട്രേലിയയിൽ നിന്ന്. അപ്പനും അമ്മയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മകന് എപ്പോഴും 1 കോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കണം, 3 മാസം കൂടുമ്പോൾ 2 1 കോടി എന്ന് വെച്ചാൽ അവൻ അവിടെ എന്തോ ഒരു ഗാംബ്ലിംഗ് ബിസിനസ് നടത്തുകയാണ്. അപ്പോഴേ അവനൊരു സംശയം, എന്താണ്, ഇവർ കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് അധികം സംസാരിച്ചുമില്ല. കാര്യം എന്താണ്, ഞാൻ എൻ്റെ മാറ്റർ മാത്രമേ സംസാരിച്ചുള്ളൂ. കാര്യം ഇവിടെ പണം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ദൈവം കൂടെ നിന്നാൽ വേറെ ഒന്നിൻ്റെയും ആരുടെയും ആവശ്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ 10:4 പറഞ്ഞില്ലേ, ലൂക്കാസ് സുവിശേഷം എന്താ പറഞ്ഞത്, അതൊരു നിലപാടാണ്. ലൂക്കാസ് സുവിശേഷം 10:4 അപ്പോൾ എന്താ, ഈശോ 2 പേരായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടും. 2 പേരായിട്ട് ഈശോ ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ എന്താ പറയണത്, നിങ്ങൾ മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. അപ്പം നിസ്സാര കാര്യമാണ്, ആൾക്കാരെ ഹൈ എന്ന് പോലും പറയരുതെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം യേശുവിൻ്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ
ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരാളെ പോകുമ്പോൾ നമുക്കാകുമ്പോൾ ചിരിച്ച് കാണിച്ച്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് നഷ്ടമൊന്നും വരാൻ പോണില്ല. പക്ഷേ ഈ ദൈവികമായ ദൗത്യത്തിന്, ദൈവത്തിന് പ്രാധാന്യമുള്ള ദൗത്യത്തിന് പോകുമ്പോൾ നമ്മൾ ആരെയും സ്വപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അഭിവാദനം ചെയ്യുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സ്വപ്പെടരുതെന്ന് എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഇവനെ നമ്മൾ അഭിവാദനം ചെയ്തില്ലെങ്കിൽ അവൻ നമുക്കിട്ടൊരു പണി തന്നാൽ എന്തിരിക്കും? അതുകൊണ്ട് പേടി അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? പേടിയാണ്. നിങ്ങൾ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെക്കാൾ ആരെ പേടിക്കണം? അങ്ങനെ വചനമില്ലേ 12 കാരണം 12:5 ലൂക്കാസ് വിശേഷമാണ് 12:5 നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. കണ്ട അണ്ടകോടനെ വായി നോക്കളെ എല്ലാത്തിനും നാട്ടുകാരെയൊക്കെ എല്ലാത്തിനും നമ്മൾ ചിരിച്ച് കാണിക്കണം, ഭയപ്പെടുന്ന നമ്മൾ അഭിവാദനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്കൊട്ടൊരു പണി കിട്ടല്ലേ, പരവെക്കല്ലേ കേട്ടാ, എങ്ങനെയും ജീവിച്ച് പോട്ടെ, പിഴച്ച് പോട്ടെ എന്ന് നമ്മൾ അവനോട് പട്ടാങ്ങി പറയുകയാണ്. അതാണ് പ്രശ്നം. ഞാൻ എങ്ങനെയെങ്കിലും പിഴച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ അവനോട് പട്ടാങ്ങി പറയുകയാണ്. അപ്പം നമ്മുടെ വിശ്വാസത്തിൽ പ്രസരണ നഷ്ടം ഉണ്ടാവും. അതാണ് പ്രശ്നം. ഇവിടെയാണ് ഘട്ടൻ്റെ, അതായത് വിശ്വാസം എന്നുണ്ട് ഘട്ടൻ്റെ നിലപാടാണ്. നമ്മൾ പ്രസരണ നഷ്ടം ഉണ്ടായാൽ ദൈവത്തെക്കാളുപരി നമ്മൾ മനുഷ്യനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അതാണ് 12. അപ്പോൾ അത് ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ഇപ്പം ഇളയ മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, മൂത്ത മകൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. അപ്പോൾ എങ്ങനെയാണ് അകന്നു പോകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? ദൈവത്തെക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കോ വസ്തുവിനോ ബന്ധങ്ങൾക്കോ ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയായ ലൈന വല്ലതുമാണ്. അപ്പോൾ അവൻ പറഞ്ഞ് എടി എനിക്ക് സംസാരിക്കണം, നീ ഇന്ന് പള്ളിയിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകത്തില്ല. അവൾ തീർന്ന സംഭവം. അതായത് അവൻ്റെ കസ്റ്റഡിയിലായിപ്പോയി. കാര്യം അവനാ റിമോട്ടിൽ ഇവളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഈ ആധ്യാത്മികതയെ എങ്ങനെ ഡാമേജ് ആക്കുന്നു എന്നുള്ളത് റിലേഷനിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണത്. ഒരു നിലപാടാണ്. ഇപ്പോൾ ആശീർവാദത്തിൻ്റെ വിഷയം തന്നെ 5:47 മത്തായി ശ്രീകയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്ത് മേന്മയാ, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? മനസ്സിലായില്ല? അപ്പം നേരത്തെ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യരുത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി ആരെയും സ്വപ്പെടരുതെന്നതിൻ്റെ അർത്ഥം. അത് വിശ്വാസം എന്നുകൊണ്ട് ഭയങ്കര രസമാണ്, പ്രസരണ നഷ്ടം ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് എന്താണ്? 5:47 പറയണത്. മത്തായിയുടെ സുവിശേഷം 5:47 എന്താ പറയണത്? നിങ്ങൾ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? ദൈവവേദനെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അവകാശം, മക്കളുടെ അവകാശം. രണ്ടുപേരും അവകാശികളാണ്. ഒരാൾ അവകാശം കൊണ്ട് അപ്പനിൽ നിന്ന് അകന്നുപോയി, മറ്റേ ആൾ അവകാശത്തോടു കൂടി അപ്പൻ്റെ കൂടെ ജീവിച്ചു. എങ്ങനെ അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു, എങ്ങനെ അപ്പൻ്റെ കൂടെ ജീവിക്കുന്നു എന്നാണ് ഇപ്പോൾ അച്ഛനിലൂടെ ഈശോ പറയണത്. നേരത്തെ പറഞ്ഞത് എന്താണ്? അഭിവാദനം പോലെയുള്ള മറ്റവരെ പേടിച്ചിട്ട് സ്വപ്പിടാൻ വേണ്ടി മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആത്മീയ അവരുടെ ഭൗതിക അടിമകളായി മാറരുത്. അങ്ങനെ വന്നാൽ അപ്പനിൽ നിന്ന് അകന്നു പോകും. യു ഗോട്ട് ദ പോയിന്റ്. പിടിയിട്ടേ, ഇതാണ് എൻ്റെ സത്യം. പക്ഷേ ബേസിക്കായിട്ട് ദൈവം എന്താ പറയണത്? 5:47 മത്തായി സുവിശേഷം എന്താ പറയണത്? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്താൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം എൻ്റെ അർത്ഥം അഭിവാദനം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്പിരിറ്റിലായിരിക്കണം. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അഭിവാദനം മാത്രം പോരാ. എന്താണ്? സ്നേഹിക്കുന്നവരെ മാത്രമല്ല അഭിവാദനം ചെയ്യേണ്ടത്. പിന്നെന്ത് ചെയ്യണം?
ശത്രുക്കളെ അഭിവാദനം ചെയ്യണം. അതെന്തിൻ്റെ പേരിലാണ്? ദൈവസ്നേഹത്തിൻ്റെ പേരിലാണത്. അല്ലാതെ അവരെ ഭയപ്പെട്ടിട്ടല്ല. ചില ഗുണ്ടകളൊക്കെ ചില നാട്ടിലൊക്കെ ഉണ്ടാകുമല്ല. അപ്പോൾ ഗുണ്ടകളെ കാണുമ്പോൾ നമ്മൾ ആൾക്കാരെന്ത് ചെയ്യും? പുരുവാരുണ്ടാക്കാതിരിക്കാൻ വേണ്ടി പല 100 കൊടുത്താൽ മതിയല്ല. അങ്ങനെ കൊടുത്ത് സ്വാപ്പിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും ആൾക്കാരോട്. അതായത് നമ്മുടെ ഈ വെള്ളം അടിക്കുന്ന പാർട്ടിയില്ലേ, അവർക്ക് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ മാന്യം മര്യാദക്ക് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. പക്ഷെ അവൻ വന്ന് 2 ഉറുമ്പ് നമ്മുടെ 200 രൂപ 500 രൂപ കൊടുക്കും. ഇതെല്ലാം നീ ദൈവത്തിൽ നകന്നു പോണ പരിപാടിയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ കക്ഷത്ത് പോകാൻ ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൊട്ടക്ഷൻ പ്രേരണ വേണ്ട നമുക്കവിടെ. വയ്യാവേലികളൊക്കെ നമ്മളെ പ്രൊട്ടക്ഷനാണ് വേണ്ട. കർത്താവേ, ആടത്തും കൊണ്ട് എൻ്റെ തല വെച്ച് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടാക്കല്ലേ, ഇഷ്യം ഉണ്ടാക്കല്ലേ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 81-ാമത്തെ സങ്കീർത്തനം കേട്ടോ, 81-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അടുത്ത വായിച്ചോളൂ. അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മളെ വേദനിപ്പിക്കുകയും നമ്മുടെ കഴുത്തേക്ക് കയറാൻ വേണ്ടി വരുന്നവന്മാരെ ഒതുക്കുക എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല. അതാണ് സങ്കീർത്തനം 81:13. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണ് സംഭവം. അവൻ പറയണത് പോലെ ചെയ്തിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശത്രുവിനെ അതിവേഗമാണ്, സ്പീഡാണ്, ഭയങ്കര അതിവേഗം നിൻ്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അപ്പോൾ ദൈവവചനം അനുസരിച്ച് നമ്മൾ കർത്താവിൻ്റെ വേല കൃത്യമായിട്ട്, പല ആൾക്കാർക്കും അങ്ങനെയാണ്. മാന്യം മര്യാദയ്ക്ക് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ശത്രുതയില്ല. ശത്രുതയെല്ലാം അവൻ്റെ പാദത്തിൻ്റെ കീഴിലാണ്. അപ്പം അത് നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മൾ അവനെ പേടിക്കുകയാണ് എന്ന് വെച്ചാൽ പതുക്കെ നമ്മൾ അവകാശം നഷ്ടപ്പെട്ട് ദൂർത്തപുത്രനെ പോലെ അകന്നകന്ന് പോണ പോലെ തുല്യമാണ്. അപ്പം എല്ലാം ഒരു നിലപാടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രാർത്ഥന ചെല്ലുന്ന പരിപാടിയല്ല. അത് സുവിശേഷ വിഹിതമായ ഒരു നിലപാട്, പ്രശ്നങ്ങളോടുള്ള ഒരു നിലപാടാണത് കാര്യം. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്താ? വിശ്വാസമാണ് അടിസ്ഥാനം. വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് രാജാക്കന്മാർ 7:1. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വചനം. എലീശ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു, നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കൽ, 2 അളവ് ബാർലിയും 1 ശെക്കലും വിൽക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിൻ്റെ വിഷയം ഇതാണ്. അതായത് സമറിയയുമായിട്ട് യുദ്ധം, ഇവർക്ക് ഉപരോധം. ആർക്ക്? ഇസ്രായേലിന് ഉപരോധം. അപ്പോൾ ഉപരോധത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? 1 അളവ് ബാർലിക്ക് 8 കഴുതയുടെ തലയുടെ വിലയാണ് മാർക്കറ്റിൽ. അപ്പം അത്രയും വില കൂടി. പക്ഷേ എലീശ പറയണത്, നാളെ ഈ സമയത്ത് സമറിയയുടെ കവാടത്തിൽ 1 ശെക്കലിന് ഒരളവ് നേരിയ മാവ് വെച്ചാൽ വെറുതെ കൊടുക്കുമെന്ന് അതിൻ്റെ അർത്ഥം. ഇത്രയും ദാരിദ്ര്യ കോടിയിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് നാളെ ഈ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ ഈ ദാരിദ്ര്യം മാറുമെന്നാണ് പറയണത്. പീഡിയ ഒരു രാജ്യത്തിൻ്റെ ദാരിദ്ര്യമാണ് അത്. 2 രാജാക്കന്മാരുടെ 7:1, 2, 3 വചനങ്ങളാണ്. അതായത് മഹാദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന ഒരു സംഭവം. ബാർലിയോ അല്ലെങ്കിൽ ഗോതമ്പോ പൊടിയോ ഒന്നും കിട്ടാനില്ല. അതിനൊക്കെ പണ്ടാര വിലയാണ്. അപ്പോൾ ആൾക്കാർ പട്ടിണി കിടന്ന് ദ്രവിക്കുന്ന സമയത്താണ് ഈ പ്രവാചകൻ പറയുന്നത്, നാളെ 24 മണിക്കൂറിനുള്ളിൽ ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമെന്ന് പറയും. അത് പറയുമ്പോൾ ഹോസേ രാജാവിൻ്റെ ചുമലിൽ ഹോസേ രാജാവ് എൻ്റെ സേനാനായകൻ, അയാളാണല്ലോ യുദ്ധത്തിൻ്റെ വീരൻ, അയാൾ ഈ രാജാവിൻ്റെ ചുമലിങ്ങനെ ചാരി കിടന്നുകൊണ്ടിങ്ങനെ
ചാരിക്കിടന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കും, ആ കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലിങ്ങനെ തുറന്നാൽ പോലും ഇത് നടക്കുന്ന കാര്യം വല്ലതും ആണെന്ന് ചോദിക്കും. വിശ്വസിക്കണില്ല അയാൾ. അപ്പോൾ എലീഷ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ടാണ്, നീ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, അനുഭവിക്കത്തില്ലെന്ന്. അതാണ്, അവകാശം ഉണ്ടാവും പക്ഷെ അനുഭവമില്ല. ഇതൊരു സീരിയസ് വിഷയമാണ്. മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണെന്ന് പറയും, പക്ഷേ അവകാശം കൊണ്ട് കാര്യമായില്ല, അനുഭവിക്കാനുള്ള യോഗ്യത വേണം. അവകാശം മക്കളാണെങ്കിൽ റോമ 1:17 മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ അവകാശികളായതുകൊണ്ട് അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് പറയണത്, നീ ഇത് കാണും. എലീഷ പറയണതാണ്, നാളെ ഈ സമയത്ത് ഇവിടെ ഗോതമ്പും ബാർലിയും ഒക്കെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇയാൾ ചോദിക്കും, ഞാനതൊന്നും വിശ്വസിക്കത്തില്ല, കർത്താവ് നേരെ ആകാശം തുറന്നു തന്നാൽ പോലും ഇതുപോലെ നടക്കണ കാര്യമാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കണ കാര്യങ്ങൾ വലത് നടക്കണ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട് അന്നുമുണ്ട്. അവകാശം പോണ വഴി കണ്ടില്ലേ? അവകാശമുണ്ട്, പക്ഷെ എന്താ പറയണത്, എന്താ അനുഭവിക്കാൻ യോഗ്യതയില്ല. അവകാശമുണ്ട് പക്ഷെ അനുഭവിക്കാൻ യോഗ്യതയില്ല. എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിൽ, വലിയ അവകാശികളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല അവർക്ക്. പല കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ എലീഷ പറയണത് എന്താണ്, ഇത് അവിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനം അവിശ്വസിക്കുന്നത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നീ ഇത് കാണും, ഇങ്ങനെ കർത്താവ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇതിൻ്റെ നാടിൻ്റെ പട്ടിണി മാറ്റണം നീ കാണും. പക്ഷേ ഒരു പിടി പോലും അതിൽ നിന്ന് കഴിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ സമറിയയുടെ കവാടം തുറന്നത് കർത്താവ് ഒരു കുതിരയുടെ സ്വരം ഇവരെ കേൾപ്പിക്കും. സമറിയക്കാരെ വലിയ ഭയങ്കരമായ യുദ്ധസന്നാഹത്തിൻ്റെ സ്വരം ഇവരെ കേൾപ്പിക്കണേ. ഇവർ പെരുണ്ടോടും, ഭയങ്കര സൈന്യം ആക്രമിക്കാൻ പറഞ്ഞ് ഓടിക്കഴിയുമ്പോൾ പാളയം ആരുമില്ലാത്ത രീതിയിൽ ഗോതമ്പ് ചാക്കുകളും അരിച്ചാക്കുകളും നിറച്ച് കിടക്കണം. ഉടനെ ഒരു 2 കുഷ്ഠരോഗികൾ വന്നത് കണ്ടുപിടിക്കും. ജനങ്ങളോട് പറയും, പാളയത്ത് മുഴുവനും ഗോതമ്പും ബാർലിയും പൊടിയാണെന്ന് പറയും. വാട പോലെ കൂട്ടിയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഓടും. അപ്പോൾ ഈ സേനാനായകനാണ് രാജാവ് ഏൽപ്പിക്കണത് ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി. പാളയത്തിലൊക്കെ വിടാൻ വേണ്ടി ജനങ്ങൾക്ക് നിയന്ത്രിക്കണ്ടേ, അതിനു വേണ്ടി. അപ്പോൾ അയാളെ നിയന്ത്രിക്കാൻ വേണ്ടി കവാടത്തേക്ക് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്, ജനങ്ങൾ പട്ടിണി കിടന്നിട്ട് എത്രയോ ദിവസങ്ങളായി. അവരിങ്ങനെ പരവേശവും ഇതുകൊണ്ട് ആക്രാന്തം കൊണ്ട് എല്ലാം കൊണ്ട് ഇടിച്ച് തല്ലി പാളയത്തിൽ കയറുമ്പോൾ ഇയാൾ താഴെ വീഴുമ്പോൾ ജനങ്ങൾ അയാളുടെ മുതുകത്തോട് കയറിപ്പോയി നട്ടലൊടിഞ്ഞു പോകും, ചത്തുപോകും. അതാണ് എലീഷ പറയണത്, അവകാശം നീ കാണും പക്ഷെ അനുഭവിക്കത്തില്ല. ദൈവവേദന അവകാശം, മക്കളാണെങ്കിൽ അവകാശികളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളെന്ന് കൂടെ പൗലോസ് പറയുന്നുണ്ട്. അത് ആൾക്കാർ കേൾക്കത്തില്ല. കാര്യം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി, മക്കളാണെങ്കിൽ അവകാശികളാണ്, പിന്നെന്താണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ നമുക്കെന്താ കിട്ടണത്, നിത്യത എന്നാണ് കിട്ടുന്നത്. എൻ്റെ ദൈവവേദനെ, എൻ്റെ മകനെ 15:31 പറഞ്ഞ എന്താണ്, മൂത്ത മകനോട് പറഞ്ഞാൽ, എൻ്റെ മകനെ നീ എപ്പോഴും എൻ്റെ കൂടെയാണല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ നിത്യത വരെയാണ് പറയണത്. അപ്പം നമ്മൾ ഓർക്കും നമ്മളെ ജോലിയിട്ട് താമസിച്ചു, അല്ലെങ്കിൽ എല്ലാവരും കിട്ടുന്ന പോലെ എനിക്ക് പെൻഷൻ സമയത്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഭാഗോടമ്പഴ ചെയ്തിട്ട് ചേട്ടൻ്റെ അനുജൻ്റെ സ്ഥലത്താണ് കൂടുതൽ വിളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എപ്പോഴും ഓരോ കാര്യം, നമുക്ക് എപ്പോഴും ഈ അലവലാതി മനുഷ്യർക്ക് എപ്പോഴും ഇങ്ങനെ പ്രാക്കുവേട്ട വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ തല്ലിക്കൊല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. പക്ഷെ നമുക്ക് തല്ലിക്കൊള്ളാൻ പറ്റത്തില്ല, പറയാനേ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ അവർ പ്രാക്കപ്പെട്ടവരാണ്. കാര്യം ദൈവിക വഴികൾ അറിയാൻ പാടില്ല. എല്ലാത്തിൻ്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസ്ഥയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പിതാവ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണ്, പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. അപ്പോൾ എന്താണ്, ഈ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമുക്ക് ഇങ്ങനെ
ചക്കരയും പീരയുമായിട്ട് കൈ കെട്ടുന്നതിനേക്കാൾ ഉപരി നിത്യത വരെയാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശം. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളല്ലേ. അപ്പോഴെന്നാ സംഭവിക്കണത്? കർത്താവിൻ്റെ കൂടെ നിത്യതയാണ് ഏറ്റവും വലിയ അവകാശം. വി ഗോട്ട് ദ പോയിന്റ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? അപ്പം നിത്യതയാണ് ഏതെങ്കിലും വിഷയത്തിലെ താവര ജംഗമ ഭൗതികമായ ആനുകൂല്യങ്ങളിലെ നിൻ്റെ കൂടപ്പുറപ്പിനേക്കാൾ കുറവാണ് നിനക്കെങ്കിൽ യു മസ്റ്റ് റിജോയ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദിക്കണം. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഭൗതികമായ ആനുകൂല്യങ്ങൾ, അതിൻ്റെ അവസാനം എന്താണ്? ഈ ശരീരം തന്നെ ഉപയോഗിച്ച് അത് പോകും. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പക്ഷേ ഏറ്റവും വലിയ അവകാശമുണ്ട്. അതെന്താ? നിത്യതയാണ്. എൻ്റെ ദൈവബദലേ, ഏതെങ്കിലും കാരണങ്ങൾ ഇപ്പം നമ്മൾ തന്നെ ചില ആൾക്കാർ ചോദിക്കത്തില്ലേ, എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പുഴുങ്ങ ഉണങ്ങണത് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. എള്ളുണങ്ങണത് എണ്ണ കിട്ടാൻ, പാറ്റാപ്പുഴുക്ക് ഉണങ്ങണത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിക്കണത്. എൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം മകനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, മരുമകളെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അയൽവാസിനെ പരീക്ഷ എഴുതിക്കാൻ കൊണ്ടുപോകണം. ബാംഗ്ലൂരാണ് പരീക്ഷ നടക്കുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കൂടെ ഒരു കൂട്ട് പോകണം. ആൾക്കാർ പ്രഗ്നൻ്റാണ്, അതുകൊണ്ട് കൂട്ട് പോകണം. അപ്പോൾ കൂട്ട് പോകുമ്പോൾ അവളെന്ത് ചെയ്യും? ആ പരീക്ഷ പാസ്സായി അവൾ നേഴ്സാകും. അവൾ എണ്ണ ഉണങ്ങണത് എന്തിനാണ്? എണ്ണ കിട്ടാൻ. അതിൻ്റെ കൂടെ പോകണ പാറ്റാപ്പുഴയ്ക്ക് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ആൾക്കാർ വിഷയങ്ങളെ എടുക്കണത്. ഈശോ പറഞ്ഞത് എന്താണ്? നീ പാറ്റാപ്പുഴക്കായിട്ട് അവിടെ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടാത്ത കാര്യം ഞാൻ നിനക്ക് തരും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ കിട്ടത്തില്ല, അവളുടെ കാര്യം ജോലി സഹായിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിശേഷ വിധിയായി നിങ്ങളുടെ സഹോദരങ്ങളെ മാത്രമേ. ഇപ്പോൾ 6:38 ഇല്ലേ ലൂക്കാസ് വിശേഷം, അതായത് 6:38 വചനങ്ങൾ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത വചനം വായിച്ചേ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നതിനോട് തിരികെ ചോദിക്കരുത്. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നതോട് തിരികെ ചോദിക്കരുത്. മക്കളെ, ഇതൊക്കെ ഈ വചനങ്ങളെ കേട്ടിട്ട് ഈ ജന്മത്തിൽ ഇത് നടക്കില്ല നിങ്ങൾക്ക് തോന്നണില്ലേ? കാരണക്കുറി അടിക്കണവന് മറ്റേ കാരണം ആര് കാണിച്ചു കൊടുക്കാനാ? ഇല്ല. അതുപോലെ തന്നെയാണ് ചോദിക്കുന്നവരൊക്കെ കൊടുക്കുക, വായ്പയ്ക്ക് വന്നതിന് ഒഴിഞ്ഞു മാറരുത്. ഇങ്ങനെ കർത്താവിൻ്റെ കുറേ വചനങ്ങളാണ്. എന്നിട്ട് ഈശോ ചോദിക്കണം എന്തറിയാമോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൻ്റെ അവകാശങ്ങൾക്ക് ഉള്ളതെന്ന് ചോദിക്കും. അതായത് ചില വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ്. ചെയ്യാൻ പറ്റുന്ന വചനങ്ങളല്ല, ചെയ്യാൻ പറ്റാത്ത വചനങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത വചനങ്ങൾ ഈശോ പറയണത്? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണ ആൾക്കാരുണ്ട്. അതാണ് സംഭവം. നിത്യത എന്ന് യേശുക്രിസ്തുവിനെ എന്തിനാണ്? ഇതെല്ലാം കഠിന വചനങ്ങളല്ലേ. ഈ കഠിന വചനങ്ങൾ സാധാരണ ABCD ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ വചനമേ എന്ന് പറഞ്ഞ് ഈശോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കക്ഷികളുണ്ട്. അവർ കണ്ണക്കുട്ടി അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കണ്ണം കാണിച്ചു കൊടുക്കും, കറക്റ്റായിട്ട് കാണിക്കുന്നത്. പക്ഷേ അത് 10,000-ൽ ഒരാളായിരിക്കും ചിലപ്പോൾ. എന്താ പ്രശ്നം? അവന് ITI അല്ല വേണ്ടത്, അവന് IAS വേണ്ടത്, IAM ഒക്കെയാണ് വേണ്ടത്. ആത്മീയത്തിൽ IAM പാസ്സാകാനാണ് അവൻ്റെ സിലബസ്. അതാണ് ITIക്കാർ പറയും എനിക്ക് പറ്റത്തില്ല, സിലബസ് കട്ടിയാണെന്ന് പറയും. സിലബസ് ഒരിക്കലും കട്ടിയല്ല. സിലബസ് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിലബസും കട്ടിയല്ല യേശുവിൻ്റെ. ഈശോ എന്താ പറഞ്ഞത്? അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക വരിക, എൻ്റെ ഭാരം ലഘുവാണ്. തീർന്നില്ല പ്രശ്നം. എൻ്റെ സിലബസ് ലഘുവാണെന്ന് പറഞ്ഞിട്ട് കണ്ടത്. ITIക്കാരൻ പോയി IAM എഴുതുമ്പോഴാണ് അവന് പ്രശ്നം വന്നത്. അല്ലാതെ IAMൻ്റെ സിലബസ് അല്ല പ്രശ്നം. ഇറ്റ് ഇസ് നോട്ട് മെൻ ഫോർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണത് എന്താണ്? കർത്താവേ, ഈ കഠിന പദങ്ങളിലാണ് നിത്യത ഇരിക്കുന്നത്. ക്യാഷ് ആൻഡ് കൈൻ്റെ പൊട്ടടിക്കണ കേസൊക്കെ ഇരിക്കുന്നത് ലഘുപദങ്ങളാണ്. അത് ആർക്ക് വേണമെങ്കിലും അതൊക്കെ ചെയ്യാൻ പറ്റും. കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രണ്ടുടുപ്പുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതൊക്കെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ആളുള്ളവർക്ക് ലളിതമായിട്ട് ചെയ്യാം. മറ്റെന്താ പറയണത്? നിന്നോട് ചണ്ടകൾ ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയുമ്പോൾ അത് കഠിന പദമാണ്. കഠിന പദങ്ങൾ എന്തിനുള്ളതാണ്? അത് നിത്യതയെ മാത്രം. അത്
അതാണ് ഞാൻ അച്ഛൻ പറഞ്ഞത് 8:17 നിങ്ങൾ അവകാശികളാണ്, പക്ഷേ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ. ഈ കൂട്ടവകാശികൾക്ക് വരുന്ന പ്രശ്നം അവിടെ ടെസ്റ്റ് ഇത്തിരി കട്ടിയുള്ള ടെസ്റ്റായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്, അല്ലാതെ മുഖ്യമന്ത്രിയുടെ കൂട്ടവകാശിയല്ല. ആ ഒരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. കാര്യം അതെല്ലാം തീരും ഇവിടെ. ഇപ്പം മോഡിജിയുടെ കൂട്ടവകാശി ആയാലും ആരായാലും നമ്മൾ എത്രയോ പ്രധാനമന്ത്രിമാരെ കണ്ടു, എത്രയോ പ്രസിഡന്റുമാരെ കണ്ടു. അവരുടെ സെക്രട്ടറിമാരൊന്നുമില്ല ഭൂമിയിൽ, എല്ലാം തീർന്നു, ഓവറായി. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാ, യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശിക്കുള്ള ഗുണം എന്താ? അത് നിത്യതയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില കഠിന പദങ്ങൾ നമുക്ക് തരുമ്പോൾ ആ സിലബസ് ഇത്തിരി കട്ടിയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിൽ നിന്ന് അവരൊന്നും ഉദ്ദേശിക്കണില്ല. കാര്യം ഉണ്ണാനോ ഉടുക്കാനോ ഉറങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒക്കെ താങ്ക് യു ഒരുമിച്ചെന്ന് പറയും. പക്ഷെ അവർ യേശുവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യേശു മാത്രം കൊണ്ടുവന്ന, വേറെ മതസ്ഥാപകർ ആരും കൊണ്ടുവരാത്തൊരു സംഭവമുണ്ട്. എന്താണ്? നിത്യത. ഈ നിത്യതയ്ക്ക് വേണ്ടിയാണ് യേശു വചനങ്ങൾ, കഠിന വചനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിത്യതയിൽ പോലും നമുക്കൊരു നിലനിൽപ്പ് കിട്ടുക. അപ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലാവരും ചത്ത് അവസാനം എല്ലാവർക്കും ഒരു സ്വർഗ്ഗമല്ലേ കിട്ടണത്, പിന്നെ എന്തിനാണ് ഇത്ര നമ്മൾ മാട്ടെ കിടന്ന് നെഞ്ചുകളെ എന്തിനാണെന്ന് ചോദിക്കും. എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ അല്ല, അവനവനെ ആർജിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമാണെന്ന് യോഹന്ന ഈ നമ്മുടെ 1 കൊറിന്ത്യസ് 15:41 തിരുവചനം പറയുന്നുണ്ട്. നമ്മളെല്ലാം നിത്യത അനുഭവിക്കുന്നത് അവനവൻ ആർജിക്കുന്ന കൃപയ്ക്ക് തുല്യമാണ്. അല്ല, ചില ചേട്ടത്തിമാർ 2-3 പ്രസവിക്കും, അവർ മക്കളൊക്കെ പഠിക്കും, അവർക്ക് ജോലി കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അവരും മരിക്കും, പിന്നെ മക്കളും മരിക്കും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഒരു കുഴപ്പമില്ല അവർക്ക്. അവർ വന്ന് ഈ ഭൂമിയിൽ വന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്ത് അവർ പോയി. പക്ഷേ വേറെ ഞാൻ മാരേക്കുളത്തൊരു ചേട്ടത്തിനെ കണ്ട്, ആ ചേട്ടത്തി മകനെയും പൊക്കിക്കൊണ്ട് വരുമ്പോൾ കർത്താവ് കുരിശ് വന്നുകൊണ്ട് തന്നെ അവനാണ് വന്നത്. അവന് ഓട്ടിസമാ, വേറെ അപസ്മാരമായ എല്ലാം കൂടിയാണ്. ഇതൊന്നുമല്ല, ഭ്രാന്തും ഉണ്ട് അവന്. ഒരു ദിവസം ഇവരെ ഈ എടുത്തിട്ട് അലക്കി ഈ ചേട്ടത്തിനെ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവർ അവരുടെയൊക്കെ പൊട്ടി വേദനിച്ച് വരികയാണ്. അച്ഛാ ഒന്ന് ഇറക്കി വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറ്റിയത്? ഇവന് 5 രൂപ തിന്നാൻ കൊടുക്കാഞ്ഞിട്ട് എന്നെ തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പച്ച നിറത്തിൽ 5 രൂപ കൊടുക്കണം അവന്. അവന് എഴുന്നേറ്റ് വരുമ്പോൾ കൊടുക്കണം നമ്മൾ, വേറെ ഒന്നിനുമല്ല. അവരിങ്ങനെ ഒരു ഇടിക്ക് പ്രാന്തനെ പോലെ ചിരിക്കും. നമ്മൾക്കാണെങ്കിൽ ചില പാരക്കാരൻ്റെ തലക്കിടിക്കുക ചിരി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ചിരി ചോദിച്ചാൽ അവൻ അങ്ങനെ തന്നെ ഈ സാധനം തിന്നും. അപ്പം ചേട്ടത്തിൻ്റെ മുമ്പ് ചോദിച്ചു. ഒരു പ്രാവശ്യം അവന് 5 രൂപ കൊടുത്തില്ല, കിട്ടിയില്ല. ചേട്ടത്തി പാവപ്പെട്ട ചേട്ടത്തിയാണ്. അത് അവസാനം അവിടുത്തെ വീട്ടിൽ പോയി, മാരാക്കുളത്തിന് വീട്ടിൽ പോയി കടം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് 5 രൂപ. അപ്പം അവനോട് തിന്ന് ഒരു ദിവസം കടം മേടിക്കാൻ പറ്റില്ല, അവനെ തല്ലുകയും ചെയ്തു. ഈ സംഭവത്തിനെ ചുമന്നുകൊണ്ട് അവർ കുരിശ് നോക്കണവർ അടക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇത്രയും വലിയ ഭാരം ചുമന്നിട്ടും അവർ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവർ ജീവിക്കണം, കണ്ടില്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കണത്. അപ്പം നിങ്ങളവർക്ക് വേണം സാധാരണ ഇവിടെ ജീവിച്ച് സന്തോഷത്തോടെ മരിക്കുന്ന ആൾക്കാരും ഇതുപോലെ എക്സ്ട്രാ ഭാരം ചുമക്കുന്ന ആൾക്കാർ അവസാനം ഒരുപോലെ ഇരിക്കുമെങ്കിൽ പിന്നെ ദൈവം നീതിമാനാണെന്ന് പറയണത് എന്ത് വിഷയം? അതുകൊണ്ടാണ് 1 കൊറിന്ത്യസിൻ്റെ 15:41 പറയണത്, ആകാശത്ത് ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഇവ തമ്മിലും പ്രഭയ്ക്ക് വ്യത്യാസമുണ്ട്, അതുപോലെയാണ് ഉത്ഥാന സമയമെന്ന്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ പ്രകാശമാണ്? അല്ല. ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരേ പ്രകാശമാണ്. പൗലോസപ്പോസ്തലൻ പറയുന്ന നക്ഷത്രങ്ങൾക്ക് തമ്മിലും പല വ്യത്യാസമുണ്ടെന്ന് പ്രകാശത്തിന്. അപ്പോൾ എൻ്റെ ദൈവപദം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഇത്തിരി പാടുള്ള സിലബസ് നമുക്ക് തന്ന്, ഇപ്പോൾ ഭർത്താവ് സംശയരോഗിയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അയാൾക്ക് പിടിക്കത്തില്ല, അയാളുടെ പെങ്ങന്മാരാ ഒക്കെ ചെയ്ത ആനക്കാര്യമായിട്ടുള്ള കെട്ടി എഴുന്ന് വിളിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഉറക്കത്തിൽ വരെ വിഷം കൊടുത്ത് കൊല്ലാൻ തോന്നിപ്പോയി. കുറേ ആൾക്കാരിപ്പോൾ കൊന്നല്ല അങ്ങനെ. അപ്പോൾ ഓരോ മനുഷ്യന്മാർ ചിന്തിക്കണതാണേ, അവരെ പൊറുതി മുട്ടിട്ട് ചിന്തിച്ചു പോകണതാണ്. അവർ ചിന്തിക്കണം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനുഷ്യരിങ്ങനെ ചിന്തിക്കേണ്ട കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ചില ആൾക്കാർ മിണ്ടത്തില്ല. എന്താ കാര്യം? എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ സിലബസ് ഞാൻ എഴുതണം. ഇത് IAMൻ്റെ പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോണത്. ഈ മനുഷ്യൻ മരിക്കണവരെ ഞാൻ അതുവരെ ഉണ്ടെങ്കിൽ ഈ കുരിശ് അതുവരെ അനുഭവിക്കണം. പക്ഷേ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഈ സംഭവം ടേക്കപ്പ് ചെയ്യും. ഈശോ എന്നിട്ട് ഈശോ എന്ത് ചെയ്യുമെന്നറിയാവോ? കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഈ വിഷയത്തിനെല്ലാം. എന്ത് സംഭവിക്കുന്നു എന്നല്ല പ്രശ്നം, നമുക്കെങ്ങനെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതെന്ന് വെച്ചാൽ അതിനൊരു അഭിഷേകമുണ്ട്. ദൈവത്തിലെ എന്നെ ശ്രമിക്കണം നിങ്ങൾ.
കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഗ്രേസിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. കാര്യം നിങ്ങൾക്ക് എടുത്താൽ പോകാത്ത സംഭവമാണ് കൊണ്ടുപോകുന്നത്. മകൻ കഞ്ചാവാണ്, ഭർത്താവ് സംശയരോഗി. ഈ 2 കള്ളന്മാരുടെ ഇടയിൽ നമ്മുടെ ജീവിതം കുരിശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയത്ത് ഇത് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എന്താ സംഭവിക്കുന്നത്? ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. കറസ്പോണ്ടിങ് ഗ്രേസ്. നിങ്ങൾ ഈ 2 കള്ളന്മാരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി നടുക്ക് കുരിശ കിടന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മറിച്ച് കർത്താവേ, ഇതിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആന്തരിക ഗ്രേസ് ഉണ്ട്, അത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ വിഷയം മാറണത് ശരിക്കും. എന്നുവെച്ചാൽ അത്രയും കൃപയിൽ നമ്മൾ ഈ വിഷയം നമ്മളെ കർത്താവ് നീ അഗ്നിയിലൂടെ നടക്കുമെന്നല്ലേ പറഞ്ഞത്? 43:2 നീ അഗ്നിയിലൂടെ നടക്കും. എന്ത് സംഭവിക്കും? അപ്പോൾ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, വിഴുങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും കാലവശാൽ നിങ്ങളുടെ സിലബസ് കട്ടിയാണെങ്കിൽ, നിങ്ങൾ അഗ്നിയിലൂടെയാണ് നടക്കണമെങ്കിൽ, അഗ്നി വിഴുങ്ങാത്ത അഭിഷേകത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അതിൻ്റെ അവകാശം നിങ്ങൾക്കുണ്ടെന്ന് എൻ്റെ അർത്ഥം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന കാലങ്ങളിലെ പല അവസ്ഥകളിലും എനിക്ക് താങ്ങാൻ പറ്റാതെ ചിലപ്പോൾ നാട് വിട്ടു പോകാൻ തോന്നും, ചിലപ്പോൾ മരിച്ചു കളയാൻ തോന്നും, ചിലപ്പോൾ ഭ്രാന്ത് വന്നെങ്കിലെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഇതിനെ അതിജീവിച്ചുകൊണ്ട് അതിവിശുദ്ധിയിലേക്കുള്ള അഭിഷേകത്താൽ എന്നെ നിറക്കണമേ. ശ്രുതികട്ടെ, തൂമഞ്ഞു പോലെ തൂമഞ്ഞു പോലെ കരതാരിലീശോ തിരുവോസ്തിയിൽ സദയം പുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂ നീ ആത്മനാഥാ, സദയം വരൂ നീ ആത്മനാഥാ. ശുശ്രൂഷയിലായിരിക്കുന്ന മക്കളെ അങ്ങ് തൊടണമേ, സ്പർശിക്കണമേ. കപ്പാസിറ്റി എന്ന സംഭവമുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്രാപ്തി, ദൈവത്തിരുസന്നിധി പ്രാപ്തി കൂട്ടിയാൽ കാര്യങ്ങൾ ഒത്തിരി. ഇപ്പം നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും കാര്യം പ്രാപ്തി ഇല്ലാത്തതാണ്. ഇപ്പം എന്താ ചിന്തിച്ചത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആളില്ലേ, ലിസി എവിടെയാ സ്ഥലം? ലിസി മുക്കന്നൂർ അല്ലേ, തൃശ്ശൂരാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വിഷയം എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ പ്രശ്നം എന്താണ്? അക്കാമ സറണ്ടറായിട്ട്, പക്ഷേ അക്കാമയെ എൻ്റെ കാലഹരണപ്പെട്ടു പോയി. അതുകൊണ്ട് അവർക്ക് റിലീവിങ് ഓർഡർ കിട്ടത്തില്ല, അതുകൊണ്ട് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്നാണ് ഫ്ലൈറ്റ്, ഇന്ന് ഫ്ലൈറ്റാണ്, 4 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ അതേക്കാൾ ഉപരി അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എവിടെ നിന്നാണ്? വാടക താമസിക്കരുന്ന്, വാടക വിട്ടു പോകുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അകത്ത് കയറാനും പറ്റത്തില്ല, 2 ആഴ്ച കഴിഞ്ഞേ നടക്കത്തുള്ളൂ. ഇങ്ങനെ അവർ നിന്ന് കത്തുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ഇവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മകളോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അപ്പോൾ എൻ്റെ മകളെ, കൃപാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പറന്നിവിടെ എംബസി എത്തും. നീ നോക്കിക്കോ, 2 മിനിറ്റിൽ അമ്മ പറന്ന് എംബസി എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, 2 മിനിറ്റിനുള്ളിൽ ഇവർ അവിടെ സീനിയർ ഓഫീസേഴ്സിനൊക്കെ വിളിച്ച് എല്ലാവരും കൂടി വന്ന് സെറ്റാക്കി മാതാവ് നിന്ന് അത് ചെയ്ത്. എന്നിട്ട് ഇവർ പറഞ്ഞു, നിങ്ങളങ്ങോട്ട് നേരെ പൊയ്ക്കോളൂ, പോകുന്ന വഴിക്ക് വിസ റിലീവിങ് ഓർഡർ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. വെച്ചാൽ സ്പീഡാണ്. പക്ഷേ അതല്ല, അവിടെ ഒരു പ്രഖ്യാപനമുണ്ട്. എന്താ പ്രശ്നം? നിന്ന് കത്തുമ്പോൾ ഒരു പ്രഖ്യാപനം, ബോധം കെട്ട് വീഴുകയല്ല. ഈ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ചങ്കിടിച്ച് വീഴും. പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം
പ്രാർത്ഥിക്കാൻ നോക്കും. പക്ഷേ ഈ പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തവർ ഇതുപോലുള്ള മോശം ടൈമിൽ പ്രാർത്ഥിച്ച ഒക്കത്തുമില്ല. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നവരെ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണം. ഈ ലിസി ആ ടൈപ്പാണ്. അവർ മിനിമം പ്രാർത്ഥന ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകണ കാരണം അവർക്ക് നല്ല ഉറപ്പാണ്. തന്നെയല്ല, ഈ ലിസി 1 മാസം മുമ്പ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. ലിസി കണ്ട സ്വപ്നം ഭയങ്കര വിറ്റാണ്. അതായത് ഭയങ്കരമായിട്ട് തീ കത്തണം. തീ കത്തുമ്പോൾ കൃപാസനം മാതാവ് ചിറക് ധരിച്ച് ഈ തീയിൽ നിന്നകത്തേട്ട് പുറത്തേക്ക് വരണം. അതാണ് കണ്ട സ്വപ്നം. അപ്പോൾ ഉടനെ ലിസി വിചാരിച്ചു, ദൈവമേ വല്ലയിടത്തും തീ പിടിക്കാൻ വേണം, മാതാവേ തീ കെടുത്തേക്കണേ എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിച്ച്. പക്ഷേ തീ പിടിച്ചാർക്കാൻ ഇവർക്ക് തന്നെയാണ്. ഈ എംബസി സംഭവിക്കാൻ പോകുന്ന കാര്യം അമ്മ നേരത്തെ കാണിച്ചു കൊടുത്തതാണ്. എംബസി സംഭവിക്കാൻ പോണത് നീ നിന്ന് കത്തുന്ന ഈ എംബസിയിൽ, പക്ഷേ ഞാൻ ചിറകും ധരിച്ച് വന്നിട്ട് നിന്നെ അവിടെ നിന്ന് റിലീവ് ചെയ്യും. അതാണ് അതായത് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഇത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പാടായിട്ട് തോന്നും. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സങ്കല്പ വിശ്വാസികളല്ല. എല്ലാവരും ആണെന്ന് ഞാൻ പറയില്ല. അപ്പൻ്റെ അമ്മയും ക്രിസ്ത്യാനികളായതുകൊണ്ട് അങ്ങനെ ജീവിച്ച് ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവരുടെ പേരൊക്കെ ഇട്ട് അങ്ങനെ പോയി ജീവിക്കണം എന്നല്ലാതെ വേറെ കഥ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദൈവസന്ധി പോയിൻ്റ് കുറവാണ്. പോയിൻ്റ് കൂടണമെന്നുണ്ടെങ്കിൽ ഉള്ള മാർഗം ഈ 5:47 മത്തായിയുടെ സുവിശേഷം 5:47. എന്താ പ്രശ്നം? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് വെച്ചാൽ, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണത്. അതായത് സഹോദരങ്ങളെ മാത്രം നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ വിശേഷ വിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇപ്പം ദൈവത്തിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി നിലനിർത്താനുള്ള മാർഗം എന്താണ്? എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഈ ലിസിയുടെ കാര്യം ചോദിക്കണത്, ലിസിയുടെ ആങ്ങളയ്ക്ക് മഞ്ഞപ്പിത്തമാണ്. ഷിപ്പ് യാർഡിലാണ് ജോലി. മഞ്ഞപ്പിത്തമാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് കരളിൻ്റെ ബെഡ്റൂമിൻ കൂടിയിട്ട് അയാൾ അവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ലിസിയുടെ ചേച്ചിമാർ 2 പേരും ഇതുപോലെ ഈ അഡാറ് ഫെയ്ത്തുള്ള ആൾക്കാരാണ്. ഈ കക്ഷികൾ നേരെ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്ത് ആങ്ങളെയും കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്താൽ ഇവളോട് പറയണത്, ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നീയും പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയും. കാരണം ചേട്ടായിയെ പറഞ്ഞു വിട്ടു, ഹോസ്പിറ്റലിൽ അവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്ന് പറയും. ചേട്ടായിക്ക് ജോലി ബിൽഡറും കൂടുന്നില്ല, മഞ്ഞപ്പിത്തം കൂടിയിട്ട് മഹോദരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. പക്ഷേ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മൾ പറയാത്തൊരു പരിപാടി ചെയ്യും. എന്താ ചെയ്യണത്? ഇവിടുന്ന് ഷിപ്പ് യാർഡ് വരെ ഈ ആങ്ങളെ നടുക്ക് കാറിലിരുത്തിക്കൊണ്ട് ഇവിടുന്ന് ഷിപ്പ് യാർഡ് വരെ അവർ ജവമാല ചെല്ലും. അത് നമ്മൾ പറയാത്ത സാധനമാണ്. എക്സ്ട്രാ ചെയ്യണതാണത്. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഇവിടെ വരികയും മാതാവിനെ കാണുകയും പോവുകയും ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുകയെന്ന് അറിയാമോ? ഒറ്റ ആഴ്ച കൊണ്ട് ബിൽഡറുവിൻ നോർമലാകുക തന്നെയല്ല, ഷിപ്പ് യാർഡിലേക്ക് കൊണ്ട് തിരിച്ചെടുക്കും. സ്പീഡാണിത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ചെയ്യണതാണ് വിഷയം. ഇപ്പോൾ ഒരു അനുവിൻ്റെ സാക്ഷി, അനു മരിയ ഇതുപോലൊരു സംഭവമാണ് എക്സ്ട്രാ. അതായത് നിങ്ങൾക്ക് ദൈവമായിട്ട് മിനിമം യോഗ്യതയുള്ളെങ്കിൽ ഇത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം വിശേഷ വിധിയായി ചെയ്യണ കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസിൻ്റെ സാക്ഷി, അയാളും തൃശ്ശൂർക്കാരനാണ്. പക്ഷേ അയാൾ ജോലി ചെയ്യണത് ഗോവയിലെ ബോംബെയിൽ എവിടെയാണ്. അയാളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അപ്പനും ഉണ്ട് അമ്മയുണ്ട്, പ്രായമാണ്, പക്ഷേ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഇത് എല്ലാവരെയും കൂടി നോക്കാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ ജോലിയേ ഉള്ളൂ. MNC ഏക്കർ ജോലിയുണ്ട്. ഈ ജോലി പോകുമ്പോൾ അപ്പം വന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ അയാൾ നാട്ടിൽ വരുമ്പോൾ ജോലി അവിടെ പോയിരുന്നു. പക്ഷേ അപ്പനോട് അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തകർന്നു പോകും. പറയാതെ അയാൾ വന്ന് വേറെ ഉടമ്പടി എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ വന്ന് എന്നെ കണ്ട്. പക്ഷേ എനിക്ക് സാധാരണ ഉടമ്പടി പുതുക്കാത്ത ആൾക്കാർക്ക് ഞാൻ ശ്രദ്ധിക്കത്തില്ല. കാര്യം പ്രോസസ്സിലിരിക്കുകയല്ലേ അവർ. പ്രോസസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഉടമ്പടി പോയി. അപ്പം പിന്നെ അവർക്ക് കൊടുക്കാൻ അങ്ങനെ പാണ്ടാവും. അവർ ഞാൻ നോക്കത്തില്ല. ഞാൻ ഉടമ്പടി ചെയ്താൽ പുതുക്കിയെന്ന് നോക്കത്തുള്ളൂ എപ്പോഴും. ഒരാളെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉടമ്പടി പേപ്പർ എല്ലാം അയാളെക്കുറിച്ചുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആളുമായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ പറയണ മുമ്പ് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ജോലിയില്ലാത്ത പ്രശ്നമല്ലേ, നിങ്ങളൊരു പണി ചെയ്യണം, 8-ാം തീയതി ഒന്ന് ഉപവസിക്കണം, 1-ാം തീയതി 8-ാം തീയതി ഉപവസിക്കണം, പിന്നെ 17-ാം തീയതി. അപ്പോൾ അയാൾ 1-ാം തീയതി ഉപവസിച്ച് 8-ാം തീയതി അയാൾ ഉപവസിക്കണ ദിവസം MNC കമ്പനി വേറൊരു കമ്പനിയിൽ നിന്ന് അയാൾക്ക്
അതിനേക്കാൾ ശമ്പളത്തിൽ, അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി വർക്ക് അറ്റ് ഹോമായിട്ട് അതിനേക്കാൾ ശമ്പളത്തിൽ ജോലി കിട്ടി. അത് വർക്ക് അറ്റ് ഹോമാണ്. നേരത്തെ അവിടെ പോകണമായിരുന്നു, ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ജോലിയും കാര്യമൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്, ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾക്ക് കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ എക്സ്ട്രാ ചെയ്യാൻ ഒട്ടിയടിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. ഉള്ളത് തന്നെ എങ്ങനെയും 16 കൊട്ടുമായിട്ടൊക്കെയാണ് ചെല്ലണത്. ഇപ്പോൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് 5:30 തൊട്ട് 6:30 മണി വരെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ മിക്കവാറും എഴുന്നേൽക്കുമ്പോൾ 7:30 മണിയാവും. എന്തുകൊണ്ടാണ്? രാത്രി വല്ല വാട്സപ്പൊക്കെ കൊണ്ട് ചാറ്റും ചീറ്റുമൊക്കെ ഇരുന്നിട്ട് ഉറങ്ങാൻ വിട്ടു പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം താമസിക്കും. അതുകൂടി ആ സംഭവം തീരും. അപ്പോൾ ഇങ്ങനെയാണ് വിഷയം വന്നത്. ഇത് മറിച്ച് എക്സ്ട്രായാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ, ഇപ്പോൾ അനുവിൻ്റെ പരിപാടി എന്താണ്? എന്താ പറഞ്ഞത്? പറഞ്ഞത് എനിക്ക് വിസ ഇൻ്റർവ്യൂ ആണ്, 3 ഞാൻ തോറ്റപ്പോൾ വന്ന് ഉടമ്പടി ചെയ്ത് പാലക്കാട് ഞാൻ ഒറ്റക്ക വന്നത്. ആ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വീണ്ടും എക്സാമിൻ്റെ ദിവസം ചെയ്ത പരിപാടിയുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് മൊത്തം, എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് നേരെ ഓഫീസിൽ പോയി. ഒരു സാധനം തുറന്ന് നോക്കിയില്ല. കാര്യം എന്താണ്? ഈ പരീക്ഷ മാതാവിൻ്റെ പരീക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആരോടും സംസാരിച്ചില്ല. കൂട്ടുകാർ പോലും വന്നിട്ട് പോലും ചിരിച്ചു പോലും കാണിച്ചില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് പോകണമെന്നുള്ളത്. അതാണ്. ആരെ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ വായിച്ചില്ല. സംഭവം ശരിയാണ്. അതായത് അപ്പം ഞാനിവിടുത്തെ ഇത് ഭയങ്കരമായ സംഭവമാണ് നീ പറയണത്, പക്ഷേ എവിടെ നിന്ന് നിനക്ക് കിട്ടി? അത് മിനിമം ഹോളി സ്പിരിറ്റാണ്. അതായത് നമ്മൾ ഉപഗ്രഹങ്ങൾ ചന്ദ്രമണ്ഡലത്തിലോട്ട് പ്രവേശിക്കണ പോലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സംവേദനത്തിലേക്ക് കയറി വരും. അപ്പോൾ നീ പ്രധാന ആചാര്യന്മാരുടെ മുമ്പിലേക്ക് ഹാജരാകുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട, എന്താണ് സംസാരിക്കേണ്ടതെന്ന് ആ സമയം നിനക്ക് അറിവ് തരും. അപ്പോൾ നിങ്ങളായിരിക്കുകയില്ല, എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങൾ വഴി സംസാരിക്കുക. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലുള്ളതാണ്. എന്താണ് കാര്യം? നമ്മൾ ദൈവമായിട്ട് സന്ധിപ്പായി, കുറച്ചുകൂടി ദൈവമായിട്ട് ബന്ധമായി, ദൈവത്തിൻ്റെ സ്വന്തമായെന്നൊക്കെ ദൈവത്തിന് തോന്നിയാൽ നീ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം നമുക്ക് നോട്ട് തരും. ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് വരണം. അതിനുള്ള കപ്പാസിറ്റി ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കുണ്ട്. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് പക്ക പ്രയറാണ്. കാര്യം അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ. അത് അമ്മയിൽ നിന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് അമ്മയിൽ പ്രവർത്തിച്ച് ലോകത്തിന് കൊടുത്ത ഒരു നിർദ്ദേശമാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എക്സ്ട്രാ എന്താണ് വിശേഷ വിദ്യയായി ചെയ്യണത്. ഇപ്പം ഞങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ ആ പത്രം വാങ്ങിച്ചിട്ട് ഇടവകയിൽ കൊണ്ടേ കൊടുക്കണമെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? ചില ആൾക്കാർ വീട് വീഴാൻ വഴി കൊണ്ടേ കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, എവിടെ ജോലി കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടേതല്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി, എൻ്റെ ഒരു സഹപ്രവർത്തക, അവളെ നേഴ്സാണ്, BSc നേഴ്സാണ്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ അവരിപ്പോൾ തിയോളജി പഠിക്കാൻ പോയിരിക്കുകയാണ്. രൂപത എന്നൊരു പിതാവ് ബിഷപ്പ് വിട്ടിരിക്കണതാണ്. അപ്പോൾ തിയോളജി പഠിച്ചിരിക്കുന്നത് അവൾ ഒരു ദിവസം നോക്കുമ്പോൾ അവൾ MBA എടുത്തു. ഞാൻ പറഞ്ഞപ്പോൾ നേഴ്സുമാർക്ക് MBA എടുക്കാൻ ഭയങ്കര, അവിടെ ജോലി കളയാതെ എടുക്കാൻ വലിയ പാടാണ്. കാര്യം ഒന്നും ആശുപത്രിയിൽ ചെന്ന് പെട്ടെന്ന് നമുക്കറിയാം, ഇവരിങ്ങനെ സൂചിയും നൂലും പോലും ഓടണ കാണാം. നിക്കക്കളി ഉണ്ടാകത്തില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്താ പരിപാടി? ശനിയാഴ്ച വൈകുന്നേരം ഇരുന്നുകൊണ്ട് 1000 മണിയുടെ ജപമാല ചെല്ലും. അപ്പോഴെന്നാ പറ്റുക? ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഗേസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സമയത്ത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരും കണ്ടില്ലെങ്കിലും പരസ്യം നീ കാണും. ഇപ്പോൾ ഈ കോൾ ഫോർവേഡ് ചെയ്തിരിക്കണത് ഓരോ കമ്പനി കോൾ ഫോർവേഡ് ചെയ്തിരിക്കണതാണ്. ആരും കണ്ടില്ല, പക്ഷെ നീ കാണും. നിൻ്റെ കർത്താവ് കാണിക്കും. എന്നിട്ട് നിന്നെ വിളിച്ച് ആ പത്രവും ആ ഇമെയിലും കാണിക്കും, ആ പരസ്യം കാണിക്കും. ഇപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യും, ഇത് നിനക്കുള്ളതാണെന്ന് പറയും. പക്ഷെ ആരും കണ്ടു കാണത്തില്ല ആ സാധനം. ഇവളെ വിളിച്ച് കാണിക്കും. എനിക്കങ്ങനെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മാത്രം ചൂണ്ടിക്കാണിച്ച് തരുന്ന സംഭവങ്ങൾ. ദൈവത്തെ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല പ്രശ്നം, ദൈവം തന്നെയാണ് പ്രശ്നം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒരു ഐക്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി ഒന്നും പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കിയത് ദൈവം തന്നെയാണ് പ്രശ്നം, വേറെ ഒന്നും പ്രശ്നമല്ല. ദൈവവുമായിട്ട് നിങ്ങൾ ഏതെല്ലാം വിധത്തിൽ അടുത്ത് വരാമോ അത്രയും വിധത്തിൽ എൻ്റെ മക്കൾ അടുത്ത് വന്ന് ഐക്യം പ്രാപിക്കാൻ ഉടമ്പടിയിലൂടെ പരമാവധി നിങ്ങൾ സത്യസന്ധത കാണിച്ച് എത്രയും നിങ്ങളുടെ കപ്പാസിറ്റി പ്രാപ്തി വർദ്ധിപ്പിക്കാൻ ഈ ധ്യാനം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
നമുക്ക് സമാ